ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമര. പുതിയ തലമുറയിൽ ഒരാൾ ഐഡന്റിറ്റി പ്രൂവ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ഒരു കാലത്ത് എൻ്റെ ശബ്ദം കുറേ ആളുകൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതിനാണ് അദ്ദേഹത്തെ പോലുള്ള സംഗീത സംവിധായകരാണ് അതിന് കാരണക്കാരൻ. മ്യൂസിക് മാത്രമായിട്ട് എനിക്കൊരു പാട്ടിനോട് താല്പര്യമില്ല. അതിനിപ്പോൾ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് കേട്ടാൽ മതിയല്ലോ. അല്ലെങ്കിൽ ഒരാളുടെ രാഗാലാപനം കേൾക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം വളരെ വലുതാണ്. പക്ഷേ എവിടെ സാഹിത്യമുണ്ടോ ആ സാഹിത്യത്തിന് അർത്ഥവും ആ സാഹിത്യം ഭംഗിയോടുകൂടി നമ്മുടെ മനസ്സിലേക്ക് കയറുന്ന വിധത്തിൽ അതിലെ എനിക്ക് സന്തോഷമുള്ളൂ. അങ്ങനെ ഒരാൾ പാടി കേട്ടാലേ എനിക്ക് സന്തോഷമുള്ളൂ. നമസ്കാരം. ലൈഫ് സ്റ്റോറീസ് വിത്ത് ടോണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ചില ഗാനങ്ങളുണ്ട്, നമ്മുടെ നെഞ്ചിൽ തത്തിക്കളിക്കുന്ന ഗാനങ്ങൾ. പെയ്തൊഴിയാത്ത കർക്കിടക മഴ പോലെ, ഒരിക്കലും മങ്ങിത്തീരാത്ത ചന്ദനത്തിൻ്റെ സുഗന്ധം പോലെ നമ്മെ ആവാഹിക്കുന്ന, നമ്മെ ലാളിക്കുന്ന ഗാനങ്ങൾ. അത്തരം ഗാനങ്ങളിലൂടെ നമ്മെ നെഞ്ചിലേറ്റി കോരിത്തരിപ്പിച്ച ഒരു ഭാവഗായകനാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സുദീപ് കുമാർ. സുദീപേട്ടനെ വളരെ സ്നേഹത്തോടെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. താങ്ക് യു. സുദീപേട്ടൻ്റെ 2012 അവാർഡിൽ നമുക്ക് തുടങ്ങാം. രതിനിർവേദം സിനിമയിലെ ആ ഗാനം, ചെമ്പകപ്പൂങ്കാട്ടിലെ ആ പാട്ട് ഉണ്ടാകുന്നതിൻ്റെ വഴികൾ വളരെ ഹൃദ്യമായ ഒരു അനുഭവം പോലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു 4 വരി പാടിക്കൊണ്ട് തുടങ്ങാം. പാടിക്കൊണ്ട് തുടങ്ങാം. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമര. എൻ്റെ കരൾ കുമ്പിളിൻ ചാറ്റുമഴച്ചോലയിൽ വന്നു പൂത്തുലഞ്ഞിടുമോ ചൊല്ലാതിരേ ചെന്താമരേ. അതിൽ ഈ ജയചന്ദ്രൻ്റെ ഒരു ഇക്വേഷനാണ് എനിക്ക് പ്രത്യേകം എടുത്തു പറയാൻ തോന്നുന്നത്. പ്രത്യേകിച്ച് ഏതൊരു ഗായകനെയും പാട്ട് നന്നായിട്ട് പാടുന്ന ഒരുപാട് പേരുണ്ടാകും. പക്ഷേ അവർക്ക് പിന്നീട് രംഗത്തേക്ക് വരണമെങ്കിൽ ഒരു മെൻറ്റർ, ഒരു ഗോഡ് ഫാദർ പോലെ, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിച്ച് നമ്മളെ ലാളിച്ച് കൊണ്ടു നടക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ആവശ്യമാണ്. അപ്പോൾ ഈ ജയചന്ദ്രനുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ, നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി നന്നായിട്ട് വർക്കായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. തീർച്ചയായിട്ടും ജയചേട്ടൻ ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട പിന്നണി ഗായകരിൽ ഭൂരിഭാഗം പേർക്കും ഏറ്റവും മികച്ച അവസരങ്ങൾ കൊടുത്തിട്ടുള്ള സംഗീത സംവിധായകനാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെയാണ് പുതിയ തലമുറയിൽപ്പെട്ട കൂടുതൽ ആളുകൾക്കും അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഫീമെയിൽ സിംഗേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ശ്രേയാജി ഉണ്ട്. അതുകൂടാതെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ രാജലക്ഷ്മി, മൃദുല, സിതാര, ഇങ്ങനെ ഒരുപാട് പേർക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ പുരസ്കാരങ്ങൾ കിട്ടി. അതുപോലെ മധു ബാലകൃഷ്ണൻ, നമ്മുടെ ശ്രീറാമേട്ടൻ, വൈക്കം വിജയലക്ഷ്മി, ഞാൻ, അതുപോലെ വിധു പ്രതാപിന്റെ പാട്ടിലും പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാറാണ് ആ പാട്ടിന്റെ സംഗീത സംവിധാനമെങ്കിൽ വിധുവിന്റെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തതും വിധുവിനെ കൊണ്ട് പാടിച്ചതും ജയൻചേട്ടനാണെന്ന് എനിക്കറിയാം, പറഞ്ഞറിയാം. അപ്പോൾ അതുപോലെ പുതിയ തലമുറയിൽപ്പെട്ട പാട്ടുകാരെ ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പോസറാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അദ്ദേഹമായിട്ടുള്ള സൗഹൃദം തീർച്ചയായിട്ടും എൻ്റെ കരിയറിൽ വലിയൊരു സ്ഥാനമുണ്ട് അതിന്. അങ്ങനെയാണ് എനിക്ക് കൂടുതൽ ഹിറ്റായ പാട്ടുകൾ, അതുപോലെ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ, സൂപ്പർ സ്റ്റാർ സിനിമകൾ എന്നൊക്കെ പറയില്ലേ, മുമ്പൊക്കെ ആദ്യമൊക്കെ എനിക്ക് ചെറിയ സിനിമകളാണ് കിട്ടി തുടങ്ങിയത്. ആദ്യ കാലങ്ങൾ കിട്ടിയ അവസരങ്ങളൊക്കെ തീർച്ചയായിട്ടും തുടക്കമൊക്കെ വലിയ ബാനറിന്റെ കീഴിൽ വലിയ സംവിധായകന്റെ ആണെങ്കിലും പിന്നീട് വലിയ പടങ്ങളൊന്നും കിട്ടാതെ ഇങ്ങനെ കരിയറിൽ ഇങ്ങനെ വളരെ സ്ലോ മൂവിങ് ആയിരുന്നു ഞാൻ. അങ്ങനെ സ്ലോ മൂവ് ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് പെട്ടെന്നൊരു ആക്സലറേഷൻ വരുന്നത് അദ്ദേഹമായിട്ടുള്ള അസോസിയേഷൻ കൊണ്ട് വന്നപ്പോഴേക്കാണ്. അപ്പോൾ അപ്പോഴേക്കും എനിക്ക് ഇൻഡസ്ട്രിയിൽ ഒരു പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള അക്സെപ്റ്റൻസ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അതൊരു വളരെ സ്ലോയിൽ തുടങ്ങിയ ഒരു കരിയർ ഒരു ഇടക്കാലത്ത് കൊണ്ട് ഈ പറഞ്ഞ ഒരു പേസ് കിട്ടി. അത് കിട്ടിയത് കൊണ്ടും, അതുകൊണ്ട് പാട്ടുകൾ ഇപ്പോൾ ഒരുപാട് കിട്ടുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ എത്ര എണ്ണം പാടുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് അത് ശ്രദ്ധ കിട്ടുന്ന പാട്ടുകൾ എല്ലാവർക്കും കേട്ടാൽ മനസ്സിലാവുന്ന, അല്ലെങ്കിൽ എൻ്റെ ശബ്ദം ഇതാണ് എന്ന് മറ്റൊരാൾക്ക് കേട്ടാൽ മനസ്സിലാവുന്ന തരത്തിലേക്ക് പാട്ടുകൾ പാടാൻ അവസരം കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. തീർച്ചയായിട്ടും ഒരുപാട് പാട്ടുകൾ സിനിമകൾ ഇപ്പോൾ പാടിയിട്ടുള്ളവരുണ്ട്, ഇപ്പോഴത്തെ തലമുറയിലുണ്ട്, മുൻ തലമുറയിലും. പക്ഷേ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റേഡിയോയുടെ സപ്പോർട്ട് കൂടുള്ളത് കൊണ്ടും ഈ അനൗൺസ്മെന്റ് വരുന്നതുകൊണ്ടും, അല്ലെങ്കിൽ കാസറ്റിൽ ആളുകളുടെ പേരുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി അത് കാത്തിരുന്ന് കാസറ്റ് വാങ്ങിച്ച് കേൾക്കുക, അല്ലെ റേഡിയോ ടെലിവിഷനൊക്കെ അതിനുവേണ്ടി സമയം ആളുകൾ കണ്ടെത്തി പാട്ടുകളെയും പാട്ടുകാരെയും തിരിച്ചറിയുന്ന ഒരു കാലത്തുനിന്നും മാറിയപ്പോൾ പുതിയ തലമുറയിൽ ഒരാൾ ഐഡന്റിറ്റി പ്രൂവ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ഒരു കാലത്ത് എൻ്റെ ശബ്ദം കുറേ ആളുകൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അത്
ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതിനാണ് അദ്ദേഹത്തെ പോലുള്ള സംഗീത സംവിധായകരാണ് അതിന് കാരണക്കാർ. അതിൽ ഒന്നാം സ്ഥാനത്ത് ജയൻ ചേട്ടൻ തന്നെയാണ്. അപ്പൊ ഈ പാട്ടുകളിൽ ഇപ്പം കൊണ്ടോരമാണെങ്കിൽ അതിനൊരു നാടൻ പാട്ടിന്റെ ഒരു ഭംഗിയുണ്ട്, മറ്റേ ചെമ്പകുപ്പ് ആണെങ്കിൽ വലിയ ഗംഭീരമായ ഒരു മെലഡിയാണ്. അപ്പൊ ഈ മെലഡിയും നാടൻ ഏത് മിക്സും കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ശാസ്ത്രീയ സംഗീതത്തിന്റെ പഠനത്തിന്റെ ഒരു അടിത്തറ ഉപകരിച്ചിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. മ്യൂസിക് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നമ്മൾ ഭാഷ എന്ന് പറഞ്ഞ പോലെയാണല്ലോ സംഗീതം. അപ്പം ഏത് ഭാഷയും നമുക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ അതിന്റെ ഗ്രാമർ പഠിച്ചാൽ നമുക്ക് കൂടുതൽ അത് ഇപ്പോൾ ഒരു പുസ്തകം എഴുതണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇപ്പം അറിയാലോ എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരു പുസ്തകം എഴുതണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കവിതയോ 4 വരി ഒരു എഴുത്തെഴുതണമെങ്കിൽ പോലും ഗ്രാമർ എന്നുള്ളത് ഒരു പ്രാധാന്യമുള്ളതാണ്. അതറിയാതെ എഴുതാം ഇല്ലേ? എത്ര ആളുകൾ പിന്നെ മലയാള വ്യാകരണം പഠിക്കാതെ ഇംഗ്ലീഷ് പഠിക്കാതെ ഒരു നന്നായിട്ട് ഭാഷ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് ടാലൻ്റാണ്. പക്ഷേ ടാലൻറ്റിനോടൊപ്പം തന്നെ കുറച്ച് ടാലൻ്റ് ഉള്ളവർക്ക് ഇത്തരം ഒരു പഠനം കൂടി വരുമ്പോഴത്തേക്ക് ആ വ്യാകരണം മനസ്സിലാവും. ഇപ്പം എങ്ങനെയാണ് സംഗീതത്തിൻ്റെ വ്യാകരണം മനസ്സിലാക്കാന്ന് വെച്ചാൽ അത് സംഗീത പഠനം. അതിപ്പോൾ ഏത് സംഗീതം പഠിച്ചാലും മതി. ഇപ്പം സ്വരസ്ഥാനങ്ങൾ എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സംഗീതം പഠിക്കുന്നത്. അപ്പോൾ അത് വെസ്റ്റേൺ പഠിച്ചാലും മതി, ഹിന്ദുസ്ഥാനി പഠിച്ചാലും കർണാട്ടിക് പഠിച്ചാലും ഏത് സ്വരം എവിടെ നിൽക്കുന്നു എന്നും ഒരു പാട്ടിൽ ഒരു വാക്കിൽ ഒരു വാക്ക് തന്നെ പല സ്വരങ്ങൾ കൂടെ പോകും ചിലപ്പോൾ. അല്ലെങ്കിൽ ഒരു വാക്ക് ഒരു സ്വരസ്ഥാനത്ത് മാത്രം നിൽക്കും. അല്ലെങ്കിൽ ആ രാഗത്തിൽ ഒരു പ്രത്യേക രാഗത്തിൽ ചെയ്യുന്ന പാട്ടാണെങ്കിൽ ആ രാഗത്തിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇത് എവിടെയാണ് എൻ്റെ ശബ്ദം പ്ലേസ് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ പഠനത്തിലൂടെ. അപ്പോൾ അതുകൊണ്ടാണ് സംഗീതം പഠിക്കുന്നത് വലിയൊരു ഹെൽപ്പാണെന്ന് പറയുന്നത്. ഞാനൊക്കെ തീർച്ചയായിട്ടും ഒരു മ്യൂസിക് പഠിച്ചതുകൊണ്ട് കൂടിയാണ് എനിക്ക് അങ്ങനെ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റുക. ചില ആളുകൾക്ക് അങ്ങനെ പഠിക്കാതെ പാടാൻ പറ്റുന്ന ടാലന്റ് ഉള്ളവരുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ. നമ്മുടെ മുൻ തലമുറയിലാണ് കൂടുതൽ. ഇപ്പോൾ ബാലുസാറും ജാനകിയമ്മയൊന്നും അധികം സംഗീതം പഠിച്ചിട്ടില്ല എന്ന് പറയുന്നെങ്കിലും അവർക്ക് പഠിക്കാതെ തന്നെ മനസ്സിലാക്കുന്ന അത്രയും സെൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി പാടാനുള്ള ടാലന്റ് ഒന്നും നമുക്കൊന്നുമില്ല. നമുക്കിപ്പോൾ അത് പഠിച്ചുകൊണ്ടാണ് ഇത്രയെങ്കിലുമൊക്കെ പാടാൻ പറ്റുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഈ ആദ്യമായിട്ട് റെക്കോർഡിങ്ങിന് വന്ന ഒരു അനുഭവം ഒന്ന് ഓർത്തെടുക്കാവോ? ആദ്യത്തെ സിനിമാ പാട്ടിന്റെ പറയണ്ട, അതിന് മുമ്പ് എൻ്റെ ആദ്യത്തെ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് 1993 എറണാകുളത്ത് തോപ്പുംപടിയിലുള്ള സാന്റാ സിസിലിയ റെക്കോർഡിംഗ് സ്റ്റുഡിയോ തിരുവനന്തപുരം സചേതന എന്നുള്ളൊരു നാടക സമിതിയുടെ നാടകത്തിന് വേണ്ടി ഒരു പാട്ട് കലവൂർ ബാലൻ സാറാണ് ആ പാട്ട് സംഗീത സംവിധാനം ചെയ്തത്. അതിൻ്റെ രചയിതാവ് പള്ളിപ്പുറം മോഹനേന്ദ്രൻ സാറാണ്. അത് ഞാൻ ഈ അടുത്ത കാലത്താണ് തിരിച്ചറിയുന്നത്. എനിക്ക് അന്ന് അതിനെക്കുറിച്ച് ഒരുപാട് നാടകങ്ങൾക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. ആദ്യമായിട്ട് എന്നെ ഒരു നാടകത്തിന് പാടിക്കുന്ന കലവൂർ ബാലൻ സാറാണ്. ഞാനന്ന് ആലപ്പുഴ SD കോളേജിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. ഗാനമേളകൾക്ക് അപ്പോഴേ പാടുന്നുണ്ട്, കുറച്ച് ഗാനങ്ങൾ പാടുന്നുണ്ട്. സാറിൻ്റെ അടുത്ത് കർണാട്ടിക് ആ സമയത്ത് പഠിക്കുന്നുമുണ്ട്. അപ്പോൾ സാറാണ് ഇങ്ങനെ ഒരു വീട്ടിലേക്ക് ഒരു ദിവസം വരും, ഒരു പാട്ട് റെക്കോർഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും നമുക്ക് എന്താണെന്നൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചെന്ന് സാറത് ഹാർമോണിയം വെച്ച് സാർ പഠിപ്പിക്കും. സാർ ഒരു ഉഗ്രൻ ടീച്ചറാണ്. ഒരു പാട്ടിനെ നമുക്ക് എങ്ങനെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തന്ന് നമ്മളെ പഠിപ്പിച്ചിട്ട് പിന്നെ സ്റ്റുഡിയോയിൽ ചെന്ന് ഇന്നത്തെ പോലെ അല്ല റെക്കോർഡിംഗ് അന്ന്. അതാണ് ഒരു വ്യത്യാസം. അന്നത്തെ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് വിത്ത് ഓർക്കസ്ട്ര ആണ്, ഫുൾ ഓർക്കസ്ട്രയോട് കൂടി. അതൊരു വലിയൊരു അനുഭവമാണ്. ഫുൾ ഓർക്കസ്ട്രയോട് റെക്കോർഡ് ചെയ്യുന്നു. പക്ഷേ സെപ്പറേറ്റ് ട്രാക്കുകളുണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് മിക്സ് ചെയ്യാം. അത് പിന്നെ എവിടെയെങ്കിലും ഒരു ചെറിയ കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് മാത്രമേ എടുക്കുകയുള്ളൂ. അല്ല മുഴുവൻ പാട്ടൊന്നും രണ്ടാമത് പാടുന്ന പരിപാടിയില്ല. അന്ന് ആ ഓർക്കസ്ട്രയിൽ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകളെ ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ എത്ര വലിയ ഭാഗ്യമാണെന്ന് ഞാൻ ഓർക്കാറുണ്ട്. അതൊരു ഡ്യുവറ്റ് സോങ് ആയിരുന്നു. എൻ്റെ കൂടെ രശ്മി എന്ന് പറഞ്ഞൊരു പുതിയ പാട്ടുകാരിയാണ് അന്ന് പാടി. ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് റെക്കോർഡിംഗ് പാടുന്നു. അവർ ചെന്നൈയിലുണ്ട്. അവർ ചെന്നൈയിൽ ഇപ്പോൾ ഒരുപാട് സിനിമകൾക്ക് കോറസ് പാടാൻ എം ചന്ദ്രൻ ചേട്ടൻ്റെയൊക്കെ റെക്കോർഡിങ്ങിന് പാടാൻ വരാറുണ്ട്. അപ്പോൾ രശ്മി എന്നൊരു സിംഗർ അവിടെ വരുന്നുണ്ട്. അപ്പോൾ നാട് ഇങ്ങനെ ചെങ്ങന്നൂരാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു ദിവസം ഇവരെ കണ്ടിട്ടുണ്ട് പലതാണ്, പക്ഷേ എനിക്കറിയില്ല. കാര്യം നമ്മൾ 10-18 വയസ്സിൽ കണ്ട ആളെ പിന്നെ എത്രയോ വർഷത്തിന് ഇപ്പുറം കാണുമ്പോൾ മനസ്സിലാവില്ലല്ലോ. അപ്പം ഞാൻ അവരുടെ അടുത്ത് ഒരു ദിവസം ചോദിച്ചു, ഇങ്ങനെ ചെങ്ങന്നൂർ തങ്കച്ചൻ എന്നായിരുന്നു ആ രശ്മിയുടെ ഫാദറിൻ്റെ പേര്. അത് പറഞ്ഞത് എനിക്ക് അന്നേ ഓർമ്മയുണ്ട്. അദ്ദേഹം ഒരു വലിയ കലാകാരനായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ചെങ്ങന്നൂർ തങ്കച്ചൻ അദ്ദേഹത്തിൻ്റെ മകൾ രശ്മി ആണോ ഇതെന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്നെ ഓർമ്മയുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മ. പക്ഷെ നിങ്ങളിപ്പോൾ ഒരു പ്ലേബാക്ക് സിംഗറൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനിനി പറഞ്ഞ എന്നെ ഓർക്കില്ലെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നമുക്കങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. ആദ്യത്തെ റെക്കോർഡിങ്ങിന് കൂടെ പാടിയ പാട്ടുകാരിയും അങ്ങനെ അവരുമായിട്ട് സംസാരിക്കാനും പരിചയം പുതുക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം ഉണ്ടായി. ആ പാട്ട് മധുരമൊരോർമതൻ തൂവൽ കിടക്കയിൽ വീണുമയങ്ങും മോഹങ്ങളെ, എൻ്റെ മനസ്സിലെ മൗനങ്ങൾ അരിയ പൊൻചിറകേറ്റി അകലങ്ങളിൽ കൊണ്ടുപോകാമോ
സ്നേഹസാന്ദ്രമാം അനുഭൂതി നൽകാമോ. അത് ക്ലാസിക്കൽ ബേസ് അതൊരു രാഗം ബേസ്ഡ് ആണ്, നല്ല മെലഡിയാണ്. അനുപലവി ചരണം ഓർമ്മയില്ല, അതിന്റെ കാസറ്റും കയ്യിലില്ല. അന്ന് പാടിയത് സാറ് പഠിപ്പിച്ചിരുന്ന അതുപോലെയാണ്, അതുകൊണ്ട് പല്ലവി ഇപ്പോഴും മനസ്സിൽ അതുപോലെ ഓർമ്മിക്കുന്നുണ്ട്. അതേപോലെ ഈ ഭക്തിഗാനങ്ങളിലും കുറെ ഉണ്ടായിരുന്നു. ഭക്തിഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു നമ്മുടെ ഒരു ആത്മീയ അനുഭവം വരും. എനിക്ക് തോന്നുന്നു ഹിന്ദു ഭക്തിഗാനങ്ങളെക്കാട്ട് കൂടുതൽ ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ നമ്പർ അതായിരിക്കും കൂടുതൽ. അതെ അതെ. അപ്പൊ അതിന്റെ ഒരു ഫീൽ എങ്ങനെയാ തോന്നിയിട്ടുള്ളത് ശരിക്കും? തീർച്ചയായിട്ടും ഈ ഭക്തിഗാനങ്ങൾ എന്ന് പറയുന്നത് ഒരു സമയത്ത് കേരളത്തിൽ, പ്രത്യേകിച്ച് എറണാകുളത്ത്, ഇത് റെക്കോർഡ് ചെയ്യുന്നതിന് കണക്കും കഴിയില്ല, എത്ര എണ്ണം ഉണ്ടായിരുന്നു. ഒരു വർഷം തന്നെ ഞാൻ 80 അയ്യപ്പ ഭക്തിഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ഒരു ഇയർ, അത് 7 or 8 കാസറ്റ് കമ്പനികൾക്ക്, 8 അല്ല, ചില കാസറ്റിൽ 5 പാട്ട്, ചിലത് 4 പാട്ട്, അങ്ങനെ 10-12 കമ്പനികൾക്ക് വേണ്ടി ഒരു വർഷം തന്നെ 80 പാട്ടുകൾ അയ്യപ്പ ഭക്തിഗാനങ്ങൾ മാത്രം പാടിയ വർഷമുണ്ട്. പിന്നെ മറ്റ് ഡിവോഷണൽസും ഒരു സമയത്ത് വേറെ ട്രെൻഡായിരുന്നു, ഇങ്ങനെ ഫുൾ ലെങ്ത് പാട്ടുകളുണ്ടല്ലോ, ഇങ്ങനെ ഇപ്പൊ അമ്മേ നാരായണ ചോറ്റാനിക്കര ഗണേശചന്ദ്രൻ പാടിയത്, അതിപ്പോ ഈ വർഷം മോദി സാർ ഷെയർ ചെയ്തത്. അതുപോലെ എനിക്കും അതുപോലെ കുറെ പാട്ടുകൾ പാടാൻ പറ്റിയിട്ടുണ്ട്. കൊട്ടാരക്കര ഗണപതി, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പല പല ക്ഷേത്രങ്ങളിലെയും ഈ കഥ പോലെയൊക്കെ, അതുപോലെ അത് കുട്ടി അച്ഛനും മോളും കൂടെ പാടുന്ന പോലെ, അങ്ങനെയൊക്കെ എത്രയോ ഡിവോഷണൽസ്. സംശയമില്ല, നല്ലോണം ബോറടിച്ചിരുന്നു. എന്നുവെച്ചാൽ അത് ട്യൂണിനകത്ത് ഒന്നുമില്ല, തുടങ്ങുന്ന ഒരു മിക്കവാറും 2 വരിയുടെ ട്യൂണേ ഉള്ളൂ. അതൊരു സൈഡ് 20 മിനിറ്റ്, അത് അടുത്ത സൈഡിലും അതേ ട്യൂൺ, അതുപോലെ വേറെ ട്യൂണ്, അതേ ഉള്ളൂ. പക്ഷെ അപ്പൊ നമുക്ക് പ്രശ്നം വെച്ചാൽ ഇതിനകത്ത് പക്ഷേ വേറൊരു ഗുണം ഉണ്ടാക്കാം. നമ്മളെല്ലാം പോസിറ്റീവായിട്ട് കാണുന്നത്, അതൊരു പോസിറ്റിവിറ്റി അതിനകത്തുള്ളതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പല ക്ഷേത്രങ്ങളുടെയും ചരിത്രം നമ്മൾ പഠിച്ചു. ഇപ്പൊ പലപ്പോഴും ഒരു കുട്ടി അച്ഛനോട് ചോദിക്കും, അച്ഛാ അവിടെ എന്താണ് ഇങ്ങനെ, അവിടെ ഒരു ആൽത്തറയുണ്ടോ, മറ്റേ അങ്ങനെയൊക്കെയാണല്ലോ അതിനകത്ത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഓരോ ദാരികനെ നിഗ്രഹിച്ചു നീ എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രതിഷ്ഠയുടെ പിന്നിലുള്ള കഥകളും പുരാണവും ചിലതിന്റെ അവിടുത്തെ കഥകളും ആ പ്രത്യേക ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇതെല്ലാം ഇതിനകത്ത് വരും. ഇതെല്ലാം നമ്മളിരുന്ന് പഠിക്കുകയല്ലേ, പിന്നെ ആരെങ്കിലും ചോദിക്കാൻ നമ്മൾ ആധികാരികമായിട്ട് സംസാരിക്കുക, കാരണം അതിന്റെ അവസരം ഇതാണ്. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ മാത്രമല്ല, ഇത് എന്നെ സംബന്ധിച്ച് ഞാൻ ആലോചിക്കുന്നത് അതൊരു ക്ലാസ് ആയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും 2 വരി ട്യൂണെന്ന് പറഞ്ഞാലും നമ്മളിത് വളരെ ലിമിറ്റഡ് ടൈമിനുള്ളിലാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഒരു കാസറ്റ് ഒരു ദിവസം കൊണ്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്, 22 മിനിറ്റ്. പിന്നെ അന്നൊക്കെ ഒരുപാട് പാട്ടുകൾ, അപ്പൊ ഒരു സൈഡ് 22 മിനിറ്റ്സ് അല്ലെ 25 മിനിറ്റ്സ് എന്നൊക്കെ കാസറ്റ് ഡ്യൂറേഷൻ പറയുന്നത്. ഒരു സൈഡിന്റെ രാവിലെ 9 മണിക്ക് തുടങ്ങിയ ഉച്ചയ്ക്ക് മുമ്പ് റെക്കോർഡിങ് ആയി, ഉച്ച കഴിഞ്ഞ് അടുത്ത സൈഡ് കാസറ്റ് അല്ലേ, അടുത്ത സൈഡ്. അപ്പോൾ ഇത് വളരെ ഫാസ്റ്റായിട്ട് പാടിയല്ലേ പരിപാടി നടക്കുള്ളൂ. അപ്പം നമ്മൾക്കതൊരു എക്സ്പീരിയൻസ് ആണ് സ്റ്റുഡിയോയിൽ. പിന്നെ ഇതിനകത്തൊക്കെ കടിച്ചാൽ പൊട്ടാത്ത ഒരുപാട് വാക്കുകളുണ്ടാവും, ചിലതൊക്കെ തെറ്റി പോയിട്ടുണ്ടെന്നുള്ള എനിക്ക് ഇപ്പൊ കേൾക്കുമ്പോൾ തോന്നുന്നു. അത് നമുക്ക് പാട്ടിൽ നീർമിഴിപ്പീലിയിൽ ദാസേട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ള ചിലപ്പോൾ ആരെങ്കിലും മോണിറ്റർ ചെയ്തില്ലെങ്കിൽ, കൃത്യമായിട്ട് ആരെങ്കിലും നമ്മളെ ഒന്ന് നോട്ട് പറഞ്ഞു തന്നില്ലെങ്കിൽ ചിലതൊക്കെ സംഭവിക്കാം. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ല, ഇതിനകത്തൊക്കെ വളരെ പെട്ടെന്ന് പാടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു പരിശ്രമം ഉണ്ടല്ലോ, അത് നമ്മുടെ എക്സ്പീരിയൻസിന് ഗുണം ചെയ്യും. ഒരു സിംഗർ എന്നുള്ള രീതിയിൽ സ്റ്റുഡിയോയിൽ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന് 10-15 മിനിറ്റ് കൊണ്ട് നമുക്കൊരു പാട്ട് പഠിച്ച് അരമണിക്കൂർ കൊണ്ട് പാടി 1 മണിക്കൂറിൽ വീട്ടിൽ പോകാം, അതൊരു ടെക്നിക്ക്. വേറൊരു ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാട്ട് നമ്മൾ പഠിച്ച് ഒരു 15 മിനിറ്റ് കൊണ്ട് പഠിക്കാവുന്ന വേണേൽ 1 മണിക്കൂർ എടുത്തും പഠിക്കാം. അതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡീപ്പായിട്ട് പഠിച്ച് 1 മണിക്കൂർ 2 മണിക്കൂറോ 3 മണിക്കൂറോ കൊണ്ടോ പാടാം. നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു കണക്റ്റഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, കലൂർ ബാലൻ സാർ എന്നോട് പറയുമായിരുന്നു, ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ സിനിമകളിലൊക്കെ പാടി അവസരങ്ങൾ കിട്ടിയപ്പോൾ സാർ എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഇപ്പോൾ ഒരു പാട്ട് പാടാൻ എത്ര സമയം എടുക്കും എന്ന് ചോദിച്ചു. പറഞ്ഞ് ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ. എന്നാൽ ഇനി 2-2.5 മണിക്കൂർ എടുത്ത് പാടിയാൽ മതി എന്ന് പറഞ്ഞു. എന്താ സാറിന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, അതല്ല, നമ്മൾ എത്ര സമയം എടുത്ത് പാടി എന്നുള്ളത് ഫൈനൽ കേൾക്കുന്ന ആൾക്ക് വിഷയമല്ല. ഫൈനൽ ഔട്ട്പുട്ട് എപ്പോഴും പെർഫെക്ഷൻ ആയിരിക്കണം. അതിനകത്ത് നമ്മൾ 1.5 മണിക്കൂർ 1 മണിക്കൂർ ചിലപ്പോൾ കുഴപ്പമില്ല മതി എന്ന് വെച്ച് വിട്ട് പോകാനൊരു സാധ്യതയുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വലുതൊക്കെ ആകുമ്പോഴേ ഒരു ഡ്യൂറേഷൻ ഉണ്ട്, ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ട്, അതിൽ തീർക്കാൻ വേണ്ടി ഫാസ്റ്റ് ആയിട്ട് പോകും. ചെറിയ പ്രശ്നങ്ങളൊക്കെ കണ്ടില്ല എന്ന് നടിക്കും, പക്ഷെ അങ്ങനെ നടിക്കരുത്. കാര്യം ഒരു വൺസ് റെക്കോർഡ് ഈസ് റെക്കോർഡ്, ഓൾവേസ് അത് റെക്കോർഡഡ് ആണ്. ഞാൻ എത്ര കാലം ഭൂമിയിൽ ജീവിച്ചാലും, എന്റെ കാലം കഴിഞ്ഞാലും, എത്ര വർഷം കഴിഞ്ഞാലും ഇത് കേൾക്കുകയും, അന്ന് ഞാൻ പറഞ്ഞ പോലെ 1/2 മണിക്കൂർ കൊണ്ട് പുള്ളി വന്ന് പാടിപ്പോയതാന്ന് ആരും പറയില്ല. അത് അതൊരു ചരിത്രത്തിന്റെ ഭാഗമല്ല, പാട്ട് ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അതിന്റെ പെർഫെക്ഷൻ മാത്രമാണ് വിഷയം. അപ്പൊ ഞാൻ പിന്നണി ഗാനത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു വിനയൻ സാറിനെയും കൂടെ ഉൾപ്പെടുത്തി പോയാൽ മാത്രമേ അത് പൂർത്തിയാവുള്ളൂ. സഖി എന്നുള്ള പാട്ട്, അതിനെക്കുറിച്ച് ആ അനുഭവം ഒന്ന് ഓർത്തെടുക്കാവോ?
ഞാൻ 93 ഞാൻ പറഞ്ഞ പോലെ ഈ ഇതൊക്കെ പാടിയതിന് ശേഷം നാടകങ്ങൾക്ക് കുറേ പാട്ടുകൾ കാസറ്റുകൾക്കൊക്കെ ട്രാക്ക് പാടി ഗാനമേളകൾക്ക് പാടി പോകുമ്പോൾ 98-ലാണ് എനിക്ക് ജോണി സാഗരിയ ഒരു വലിയൊരു ബ്രേക്ക് തരുന്നത്. ജോണി സാഗരിയുടെ ഓഡിയോയിലൂടെ ഞാൻ ഇൻഡസ്ട്രിയിൽ വരികയാണ്. അപ്പോൾ താലോലം സിനിമയിലില്ലാത്ത പാട്ട് പാടിയാണ് സിനിമയിൽ വരുന്നത്. പിന്നെയും കുറച്ച് സിനിമകൾ അതുപോലൊക്കെ വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആകാശഗംഗ എന്ന് പറഞ്ഞ സിനിമയുടെ ഓഡിയോ ജോണി സാഗരിയ പുറത്തിറക്കുന്നു. അപ്പോൾ അതിൽ ഇതുപോലെ ആ സിനിമയിലുള്ള പാട്ടുകൾ പുതുമഴയായി വന്നു, ഉഗ്രം പാട്ടുകളാണ്. വൈകാശി തിങ്കൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനം 2 പാട്ടുകൾക്ക് പണ്ട് കാസറ്റ് ആകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഒരു സൈഡിൽ 4 പാട്ട്, മറ്റേ സൈഡിൽ 2 പാട്ട് പറ്റില്ലല്ലോ. പറ്റില്ല. മിനിമം 8 പാട്ട് വേണം ഒരു കാസറ്റ്. മറ്റേ സൈഡിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി 2 പാട്ട് വേണം. അപ്പോൾ ആ സമയത്ത് ജോണി സാഗരിക, ജോണി ചേട്ടൻ ഇതുപോലെ കുറേ പാട്ടുകൾ സിനിമയുടെ മൂഡിലുള്ള കുറേ പാട്ടുകൾ ആൽബം സോങ്സ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ സിനിമകളുടെ കാസറ്റിൽ ഫില്ലർ എന്ന് പറഞ്ഞിട്ട് ഫില്ലറായിട്ട് കയറ്റി വിടുമായിരുന്നു അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ വേറെ ചെറിയ ഏതെങ്കിലും ഒരു സിനിമയുടെ പാട്ട് അതിൻ്റെ അകത്ത് 2 പാട്ടുള്ള സിനിമയുടെ ആ സൈഡിൽ വരും. തരങ്ങണിക്കൊക്കെ അങ്ങനെ ഒരുപാടുണ്ട്. ഒരു കാസറ്റ് തന്നെ 3-4 സിനിമകളുടെ പാട്ടുകൾ വരും. ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് അങ്ങനെ റെക്കോർഡ് ചെയ്ത 2 പാട്ടുകൾ അതിനകത്ത് ഉൾപ്പെടുത്തി. അപ്പോൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അമ്പലപ്പുഴ അമ്പലത്തിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. അവിടെ എനിക്ക് പലതവണ പാടാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഈ വർഷവും പാടി ഉത്സവത്തിൽ. അന്ന് എൻ്റെ ഗാനമേള വെച്ചിട്ടുണ്ട്. അപ്പം ആ സമയത്ത് ഇങ്ങനെ കാസറ്റിലൊക്കെ പാടി പോപ്പുലർ ആയതുകൊണ്ട് അങ്ങനെ ഒരു അവസരം കിട്ടി എൻ്റെ ഗാനമേള. അപ്പോൾ ആ ഗാനമേള എനിക്ക് തോന്നുന്നു അമ്പലത്തിൽ 6-ാം ദിവസമോ അവിടെ കളഭോത്സവമുണ്ട്. 6-ാം ദിവസം 10-ാം ദിവസം എന്താണ്. അപ്പോൾ 1-ാം ദിവസം കലാപരിപാടികളുടെ ഉദ്ഘാടനം ബിനയൻ സാറാണ്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ ചെന്നു. എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് അവിടെ ചെന്ന സമയത്ത് അവർ പറയുന്നു 1-ാം ദിവസം ഉദ്ഘാടനം ബിനയൻ സാറാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സെക്രട്ടറി ആ സമയത്ത് ബിനയൻ സാറോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ സംസാരിക്കാൻ പറഞ്ഞു ബിനയൻ സാറാണ് എന്ന് പറഞ്ഞു പരിചയം ഉണ്ടോ? ഇല്ല, പരിചയമൊന്നുമില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു വിനയേട്ടാ, ഇത് നമ്മുടെ അമ്പലത്തിൽ ഉത്സവമുണ്ട്, നമ്മുടെ നാട്ടുകാരനൊരു പുതിയ പയ്യനാണ്, സിനിമയിലൊക്കെ ഈയിടെ പാടിയിട്ടുണ്ട്, അത് ഇവിടെ ഉണ്ട്, വിനയേട്ടനൊന്ന് പരിചയപ്പെടുത്തട്ടെന്ന് ചോദിച്ചു. അതെ ആയിക്കോട്ടെ, അതെ ഫോണിൽ കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു എവിടെ എൻ്റെ വീട്? അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ പറവൂരാണ്. അതെ. ഞാൻ പറഞ്ഞു സാർ, ഞാൻ സാറിൻ്റെ സിനിമയുടെ ഓഡിയോയിൽ 2 പാട്ട് പാടിയിട്ടുണ്ട്, ആകാശഗംഗയുടെ കാസറ്റിലുണ്ട്. ഓ ശരിയാ, നീ ഇപ്പം എന്ത്? ഞാൻ പറഞ്ഞു ഞാൻ കോളേജിൽ പഠിക്കുക, ഞാൻ തിരുവനന്തപുരത്ത് ഇപ്പോൾ ലോ കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ എൻ്റെ കോഴ്സ് കഴിഞ്ഞ സമയമാണ്, ഫൈനൽ ഇയർ കഴിഞ്ഞ സമയമാണ്. അപ്പോൾ പറഞ്ഞു ഓ ശരി. അപ്പം പറഞ്ഞു എവിടെയാണ്? അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛനെ സാറിന് ഒരുപക്ഷെ അറിയാമായിരിക്കും, അച്ഛൻ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു ജോലി. ബിനയൻ സാർ പറഞ്ഞപ്പോൾ അയ്യോ സുരേന്ദ്രൻ്റെ മകനാണോ? അപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം നിനക്ക് സിനിമയിലൊന്നും പാടണ്ടേ? ഞാൻ ചോദിച്ചു എന്താണ്? അല്ല നീ ഇത്രയും കാലമായിട്ട് സുരേന്ദ്രൻ പറഞ്ഞ പോലെ നിനക്കൊന്ന് എന്നെ ഒന്ന് കണ്ടുകൂടെ, നമ്മൾ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഞാൻ പറഞ്ഞു സാറേ അതങ്ങനെ പറ്റിയില്ല. ആയിക്കോട്ടെടാ കാണാം, നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് സംസാരിച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു നീ സുരേന്ദ്രനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണമെന്ന് പറഞ്ഞു. അച്ഛൻ്റെ നമ്പർ എൻ്റെ ഇല്ല, അവർ വലിയ സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ അച്ഛൻ സാറിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ട് വിളിച്ചു. സംസാരിച്ചപ്പോൾ അങ്ങനെ അവർ തമ്മിൽ പരിചയം പുതുക്കി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു റിക്രിയേഷൻ ക്ലബിൻ്റെ ഒരു ഓണാഘോഷ പരിപാടി, ഓണാഘോഷമോ എന്തോ അതുപോലൊരു ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അച്ഛൻ വിനയൻ സാറിനെ വിളിച്ചു. കുറെ കാലത്തിന് ശേഷമുള്ള സൗഹൃദം. അദ്ദേഹം സ്റ്റാഫ് ആയിരുന്നുകൊണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു വന്നു. അപ്പോൾ അവിടെ വെച്ച് എന്നെ കണ്ടപ്പോൾ വിനയൻ സാർ പറഞ്ഞു ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറയണം എൻ്റെ സുഹൃത്ത് സുരേന്ദ്രൻ്റെ മകൻ ഇപ്പോൾ ഒരു പാട്ടുകാരനൊക്കെയാണ്, ഇപ്പം പുതിയ അവസരങ്ങൾ കിട്ടി വരുന്നു, ഇതുവരെ സിനിമയിലൊന്നും പാടിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് അനൗൺസ് ചെയ്യുകയാണ്, എൻ്റെ അടുത്ത സിനിമയിലൂടെ ഞാൻ ഇവനെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവരും. പബ്ലിക്കിന് മുന്നിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു അടുത്ത സിനിമയ്ക്ക് വിളിച്ചു. അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അതൊരു വലിയ അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് അത്ഭുതദ്വീപിലൊക്കെ പാടാൻ പറ്റുന്നു. അതും അതെ 3 സിനിമകൾ തുടർച്ചയായിട്ട് അദ്ദേഹം പാടിച്ചു. 3 സിനിമകൾ അദ്ദേഹത്തിൻ്റെയാണ്. എൻ്റെ ആദ്യത്തെ 3 സിനിമകളും അദ്ദേഹം സംവിധാനം ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് മറ്റു സിനിമകൾ കിട്ടുന്നത്. പിന്നെ ഈ ശ്രേയമായിട്ടുള്ള പാട്ട് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊണ്ടാരമൊക്കെ പാടി നിങ്ങൾ ഡ്യുവറ്റ് ആയിരുന്നു. ഞാൻ 2 തവണ നേരിട്ട് കണ്ടിട്ടുള്ളൂ. ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഇടയ്ക്ക്. ആദ്യത്തെ ഒരു കണ്ടുമുട്ടൽ എന്ന് പറയുന്നത് രതി നിർവേദത്തിന്റെ റെക്കോർഡിംഗ് സമയത്ത് ശ്രേയാജി തിരുവനന്തപുരത്ത് വന്നിരുന്നു അതിന് വേണ്ടിയിട്ട്. അത് എം ജയചന്ദ്രൻ ചേട്ടൻ്റെ 100ാമത്തെ സിനിമയാണ്, അതുകൊണ്ടാണ് വന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ സ്റ്റുഡിയോയിൽ ചെന്ന് പരിചയപ്പെട്ടു. അപ്പോൾ അതിന് മുമ്പ് ഒരു പാട്ട് നമ്മളൊന്നിച്ച് ഡ്യുവറ്റ് പാടിയിട്ടുണ്ട്, ബനാറസ് എന്ന സിനിമ. ബനാറസിൽ പാടിയിട്ടുണ്ട്. ബനാറസിലെ മധുരം ഗായതി മീര, മധുരം ഗായതി മീര മീര മധുരം ഗായതി മീര. പല്ലവിയെല്ലാം ഫീമെയിലാണ്. എൻ്റെ അനുപല്ലവിലും ചരണത്തിലുമാണ് എനിക്കുള്ളത്. ഒന്നിച്ചുണ്ടായിരുന്ന റെക്കോർഡിംഗ് ഇല്ല. അത് ചെന്നൈയിലാണ് ഞാൻ പാടിയത്, ബോംബെയിലാണ് ശ്രേയാജി പാടിയത്.
അപ്പോൾ ആദ്യം പാടിയത് ശ്രേയാജിയാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കൂടെ പാടിയ ആരാണെന്ന് അറിയില്ലല്ലോ. ഇങ്ങനെ അവർ ആ പാട്ട് പിന്നെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലാക്കിയതായിരിക്കും. അപ്പം ജയൻ ചേട്ടൻ പറഞ്ഞിട്ട് ഇതാണ്, ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഇതാണ് നമ്മുടെ മധുരം ഗായതി പാടിയ ആളെന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെട്ടു. വളരെ നല്ലൊരു സൗഹൃദം. വേറെ ദിവസം എന്ന് വെച്ചാൽ അന്ന് എനിക്കൊരു വലിയ ഭാഗ്യം കിട്ടി. ഇതുവരെ ഞാനങ്ങ് പറഞ്ഞിട്ടില്ലാത്തൊരു ഭാഗ്യമാണ്. എന്ന് വെച്ചാൽ ശ്രേയാജി പാടാൻ വന്നു, ഒരു പാട്ട് പാടി, കണ്ണോരം ചിങ്കാരം, പിന്നെ അത് മധുമാസ മൗനരാഗം, അങ്ങനെ ഒരു പാട്ട് കൂടെ ഉണ്ടല്ലോ. അത് പാടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവർക്ക് കുറച്ച് സ്ട്രെയിനായി വോയിസ്. കാര്യം അവർ യാത്ര ചെയ്ത് വന്ന ദിവസം തന്നെ അതിൻ്റെ പകുതി വരെ പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ജയൻ ചേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ സ്ട്രെയിൻ ചെയ്യണ്ട, ഒരു പാട്ട് പാടാനാണ് വന്നത്, നമുക്കത് വേണമെങ്കിൽ പിന്നീട് മുംബൈയിൽ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ എന്തെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ്റെ വണ്ടി, പിന്നെ സുരേഷ് ചേട്ടൻ്റെ പ്രൊഡക്ഷനാണ് രേവതി കലാമ. അപ്പോൾ വണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇവർ ഈ 2 പാട്ട് പാടുന്ന സമയം എടുക്കുമല്ലോ. വന്ന വണ്ടി വേറെന്തോ ആവശ്യത്തിന് പോയി. അപ്പോൾ സന്ദീപ് കോളേജ് കാലം പോലെ നമ്മുടെ ഫ്രണ്ടാണ്. സന്ദീപ് എന്നോട് പറഞ്ഞ് സുധീപേട്ട വണ്ടി വരാൻ ചിലപ്പോൾ ഒരു 1/4 മണിക്കൂർ അല്ല 1 മണിക്കൂറുടെ എടുക്കുമായിരിക്കും, ഒരു കഴിഞ്ഞോ എന്ത് ചെയ്യും, ഒരു കാര്യം ചെയ്യും, നിങ്ങളെന്നാ അവരെ ഹോട്ടലിൽ വിടുമെന്ന് ചോദിച്ചു. അതിനൊക്കെ വലിയ ലോട്ടറി ഉണ്ടോ? അങ്ങനെ എൻ്റെ കാറിൽ ഞാൻ ഡ്രൈവ് ചെയ്ത് ജയൻ ചേട്ടനും ശ്രേയാജിയും അമ്മയും കൂടി ഒന്നിച്ച് അവരെ ഞാൻ താജ് ഹോട്ടലിൽ കൊണ്ടുപോയി ആക്കി. അങ്ങനെ ശ്രേയാ ഘോഷാലിനെ വെച്ച് കേരളത്തിലൂടെ ഡ്രൈവ് ചെയ്യാൻ കൂടെ എനിക്ക് കിട്ടി. അതാ ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ട് അവിടെ കൊണ്ടുപോയി, അവിടെ പിന്നെ കുറെ നേരം ലോബിയിലൊക്കെ സംസാരിച്ചു. വളരെ എന്താ പറഞ്ഞ ഏറ്റവും എളിമയോട് സംസാരിക്കുന്ന. അപ്പൊ അവർക്ക് അവിടെ തൊട്ടടുത്ത് ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട്. അപ്പൊ കേരളത്തെ കുറിച്ച് പറയുമ്പോൾ വെളിയിൽ നിന്നുള്ള പ്രത്യേകിച്ച് ഹിന്ദിക്കാർക്കൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ചന്ദനത്തൈലം, അങ്ങനെയുള്ള സാധനങ്ങൾ, യുക്കാലി തൈലം, അതൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പൊ അത് അവർക്ക് വാങ്ങിക്കണമെന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ തൊട്ടടുത്താണ്, ജസ്റ്റ് ഒരു 1 കിലോമീറ്ററേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറയാം എന്നാ പറഞ്ഞാൽ മതി സുദീപ് ജി, നമ്മള് അവിടെ പോയി വാങ്ങാം. അപ്പൊ ഇതുവഴി ഇറങ്ങി നടക്കുക, എന്നെ ഒന്നും ഇവിടെ ആർക്കും അറിയില്ല പറയുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുത്, ഇവിടെ ഇപ്പം പറയാൻ പറ്റില്ല, ഇത്രയും പോപ്പുലർ അല്ല. ഇപ്പൊ 2011 എന്ന് പറയുമ്പോൾ 11 എന്ന് പറയുമ്പോൾ ഇത്രയും പോപ്പുലർ അല്ല എങ്കിൽ പോലും ഞാൻ പറഞ്ഞു എന്നിട്ട് പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ടിനെ വിട്ടിട്ട് വാങ്ങിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പൊ ഈ പാട്ടുകൾ പാടുമ്പോൾ ഏതുതരം പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം? മെലഡി ആണോ ക്ലാസിക്കലാണോ? അല്ലെ നമുക്കൊരു പാഷൻ ഉണ്ടാവില്ല? ഒറ്റ ഉത്തരം, മെലഡി ആണെങ്കിലും ക്ലാസിക്കൽ ആണെങ്കിലും ഫോക്ക് ആണെങ്കിലും ഭാഷയുടെ സൗന്ദര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് അകത്തോട്ട് കയറാറുള്ളൂ. അല്ല പാടാൻ ആഗ്രഹിച്ച മ്യൂസിക് മാത്രമായിട്ട് എനിക്കൊരു പാട്ടിനോട് താല്പര്യമില്ല. അതിനിപ്പോൾ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് കേട്ടാൽ മതിയല്ലോ. അല്ലെങ്കിൽ ഒരാളുടെ രാഗാലാപനം കേൾക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം വളരെ വലുതാണ്. ഒരു രാഗം ഒരു മണിക്കൂർ 2 മണിക്കൂറോ ഒരു വലിയ മ്യൂസിഷ്യൻ പാടുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ഭാഷയുടെ സപ്പോർട്ട് ആവശ്യമില്ല. നമ്മൾ വേറെ ലോകത്ത് പോകും. അല്ലെങ്കിൽ സ്വരം പാടുന്നത് കേൾക്കുമ്പോൾ, വലിയ മ്യൂസീഷ്യൻസ് സ്വരം പാടുന്നത് കേൾക്കുമ്പോൾ അതിൻ്റെ പാറ്റേൺസ്, അവരുടെ അതിനകത്തുള്ള എന്താ പറഞ്ഞ ഈ കപ്പാസിറ്റി, അത് നമ്മൾ എത്ര മ്യൂസീഷ്യൻസിനെ നമ്മൾ കേൾക്കുന്നു. പക്ഷേ എവിടെ സാഹിത്യമുണ്ടോ ആ സാഹിത്യത്തിന് അർത്ഥവും ആ സാഹിത്യം ഭംഗിയോടുകൂടി നമ്മുടെ മനസ്സിലേക്ക് കയറുന്ന വിധത്തിൽ അതിലെ എനിക്ക് സന്തോഷമുള്ളൂ. അങ്ങനെ ഒരാൾ പാടി കേട്ടാലേ എനിക്ക് സന്തോഷമുള്ളൂ. അല്ല നമ്മുടെ സുധീവേട്ടൻ തന്നെ പാട്ടുകൾ പബ്ലിക് ഏറ്റവും കൂടുതൽ പാടി നടക്കണമെന്ന് ആഗ്രഹിച്ച ഏതെങ്കിലും പാട്ടുകളുണ്ടോ മനസ്സിൽ കാണുന്നതിൽ? അങ്ങനെയില്ല. നമ്മൾ ഏത് പാട്ട് പാടുമ്പോഴും സിനിമയാണെങ്കിലും മറ്റുള്ളതാണെങ്കിലും കൂടുതൽ ആളുകളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കും. പിന്നെ ചില സിനിമ പാട്ടുകളൊക്കെ തന്നെ നമ്മൾ സിനിമ പരാജയപ്പെട്ടു പോകുമ്പോൾ, പരാജയപ്പെട്ട് എന്നുള്ളതല്ല, ചില സിനിമകളുടെ പാട്ടുകൾക്ക് വേണ്ടത്ര പ്രാധാന്യം ഇല്ലാതെ വന്നാലും സിനിമ ഹിറ്റായാലും ആവണമെന്നില്ല, പാട്ട് എത്തണമെന്നില്ല. അങ്ങനെയൊക്കെ ചില പാട്ടുകൾ നമ്മൾ വലിയ പ്രതീക്ഷയിൽ വെക്കുന്ന പാട്ടുകൾ എങ്ങും എത്താതെ പോയിട്ടുണ്ട്. ചിലപ്പോൾ വലിയ പ്രതീക്ഷയിൽ പാടുന്ന പാട്ട് സിനിമയിൽ ഷൂട്ടേ ഇല്ല. അങ്ങനെ സംഭവിക്കും. അതിപ്പോ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ കുറച്ച് സിനിമകളെ പാടിയിട്ടുള്ളൂ. അപ്പൊ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ സങ്കടമല്ല. യേശുദാസ് സാറിനെ പോലെ താൻസൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഷഡ്ജനെ പായ പോലെ പാട്ട് പാടിയിട്ട് അതുപോലും ഷൂട്ട് ചെയ്ത് നമ്മൾ ആരും കണ്ടിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ മറ്റു പാട്ടുകളെ വെച്ച് നോക്കുമ്പോൾ അത് വലിയ ഹിറ്റാണോ? അല്ല. അതുപോലെ മലയാളത്തിൽ തന്നെയും ഇപ്പം സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, അതിന്റെ വിഷ്വലില്ല. മാൻമിഴി പൂവ് എന്ന് പറഞ്ഞ എം ജയചന്ദ്രൻ ചേട്ടന്റെ പാട്ട്, അല്ലെങ്കിൽ എത്രയോ പാട്ടുകൾ ഇതുപോലെ പല സംഗീത സംവിധായകരുടെയും നമ്മൾ കേൾക്കുന്നത് അതിന് ദൃശ്യമില്ല. പക്ഷെ നമ്മളെ അതിൽ സപ്പോർട്ട് ചെയ്തിരുന്നത് ആകാശവാണിയാണ്. ആകാശവാണി കേൾക്കുമ്പോൾ നമ്മൾ ഈ പാട്ട് കേട്ട് മനസ്സിൽ കയറിയിട്ടുണ്ട്. വിഷ്വൽ ഇല്ലെങ്കിൽ ഇപ്പൊ പൂവല്ല പൂന്തളിരല്ല, അത് വിഷ്വൽ ആരും കണ്ടിട്ടില്ല. പക്ഷെ അതെല്ലാം മലയാളികൾക്കും ഒരു പ്രായത്തിനും മേലിലേക്കുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. പറഞ്ഞപ്പോഴേ എനിക്ക് ഓർക്കുന്നത് ഈ ആകാശവാണി ശരിക്കും മലയാളിയുടെ ഒരു ശ്രവണ സംസ്കാരത്തെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ പാട്ടുകൾ നമ്മുടെ രഞ്ജിനി ഓരോ പ്രോഗ്രാമുകളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പാട്ടുകാരൻ്റെ പേര്, മ്യൂസിക് ഡയറക്ടറുടെ പേര്, സിനിമയുടെ പേര് ഇതൊക്കെ പറയുമായിരുന്നു. ആ ഒരു ശ്രമം ഇപ്പോൾ ഇല്ലാണ്ടായി പോയില്ല. അത് വേറെ കാര്യം വെച്ചാൽ അതുകൊണ്ടാണ് കോമൺ ഹിറ്റുകൾ ഉണ്ടായിരുന്നു മലയാളിക്ക് നല്ല ഏത് ഭാഷയിലുള്ളവനും കോമൺ ഹിറ്റ് ഉണ്ടായിരുന്നു. അതായത് വെള്ളിയാഴ്ച രാത്രിയിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഇഷ്ടപ്പെട്ട നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങളിലും
ഞായറാഴ്ച ഉച്ചയ്ക്ക് പ്രക്ഷേപണം ചെയ്യുന്ന രഞ്ജിനിയിലും ഒക്കെ ഉള്ള പാട്ടുകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ആളുകളും ഉച്ചയ്ക്ക് ആ പാട്ടാണ് കേൾക്കുന്നത്. അതെ, കറക്റ്റ്. ഇത്രയും പേരുടെയും മനസ്സിൽ ഒരേ പാട്ടാണ് ഹിറ്റ്. അവർ ഏറ്റവും കൂടുതൽ അവരേറ്റവും നല്ല പാട്ടുകൾ നോക്കിയാണ് പ്രക്ഷേപണം. അതിനകത്ത് എന്തൊക്കെയാ അവർക്ക് അതിനകത്ത് മാനദണ്ഡങ്ങളുണ്ടെങ്കിൽ പോലും മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു പാട്ടും അതിലില്ല. അതിൽ എല്ലാ പാട്ടും ഹിറ്റ് തന്നെയാണ്. അല്ല, അതിൽ ഞാൻ അവരെ എപ്പോഴും ഓണർ ചെയ്യുന്നത് ഈ പറഞ്ഞ ക്രെഡിറ്റ് ലൈൻസ് കൊടുക്കുന്നു എന്നുള്ളതില്ല. പക്ഷേ സിനിമ, സംഗീത സംവിധായകൻ, ഗാനരചയിതാവ് ഇവരെയൊക്കെ നമ്മൾ പരിചയപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പൊ അവരുടെ പേരും അവരുടെ ശബ്ദവും രജിസ്റ്റർ എത്രയോ തവണ കേട്ടിരിക്കുന്നത്. മാത്രമല്ല റേഡിയോ കേൾക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചാൽ അത് ഫുൾ അറ്റൻഷനാണ് ആ വോയിസിലേക്ക്. അതെ അതെ അതെ, അത് കറക്റ്റ്. നമ്മൾ വിഷ്വൽ വരുമ്പോൾ പകുതി അറ്റൻഷൻ മാറും. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും പക്ഷേ ഓഡിയോ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ. ഇപ്പം പുതിയ ജനറേഷനിലെ കുട്ടികൾ കേൾക്കുന്നുണ്ട്. ഇപ്പം ആപ്പിൾ മ്യൂസിക്, ജിയോ സാവൻ, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന സ്പോട്ടിഫൈ ഉണ്ട്. ഇതിൽ പാട്ട് കേൾക്കുന്നവരാണ് പുതിയ ജനറേഷൻ. അവർ നന്നായിട്ട് കേൾക്കുന്നുണ്ട് അതിനകത്ത്. കാര്യം സ്പോട്ടിഫൈക്ക് ഒരുപാട് പൈസ കൊടുത്ത് തന്നെ അവർ അത് പെയ്ഡ് ആപ്പ് വാങ്ങിച്ചിട്ട് കേൾക്കുന്നുണ്ട്. കുറച്ച് മുമ്പ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് പൂർണ്ണമായിട്ട് ഓഡിയോ പ്ലാറ്റ്ഫോംസ് ഇല്ലാതെ പോയത്. അപ്പോൾ അന്ന് ഈ AAR ഇതുപോലെ കൃത്യമായിട്ട് കടിച്ച് പറയുകയും അതുകൊണ്ട് കോമൺ ഹിറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ പറ്റുന്ന വെച്ചാൽ കോമൺ ഹിറ്റുകളില്ല. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും കേൾക്കുന്നത് വേറെ വേറെ പാട്ടുകളാണ്. ഇപ്പം നമ്മളൊരു മെട്രോയിൽ നോക്കിയാലേ, മെട്രോ ട്രെയിൻ പോകുന്ന സമയത്ത് അതിലിരിക്കുന്ന ആളുകളിൽ ഒരു 60% ആളുകളും എയർപോർട്ട്സ് അല്ലെങ്കിൽ ഇത് ഇയർഫോൺ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അതിൽ പുതിയ ജനറേഷൻ, പഴയ ജനറേഷൻ എല്ലാവരും പലരും ചിലർ എന്തെങ്കിലും യൂട്യൂബോ അല്ലെങ്കിൽ വേറെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് പാട്ട് കേൾക്കുന്നുണ്ട്. ഈ പാട്ട് കേൾക്കുന്നവർ ഒരാൾ കേൾക്കുന്ന പാട്ടല്ല വേറെ ആൾ കേൾക്കുന്നത്. ഇപ്പൊ ഒരേ സമയം കുറെ സിനിമകൾ ഇറങ്ങുന്നു. ആ സിനിമയിലെ പാട്ടുകൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് സജഷൻ വന്ന് കേൾക്കുന്നതല്ലാതെ ആ പാട്ട് തന്നെ അല്ല ഇവിടെ അലയടിക്കുന്നത്. മുമ്പൊരു ലജാവതി എന്ന് പറഞ്ഞ പാട്ട് വരുമ്പോൾ ആ ലജാവതി കേരളം മുഴുവൻ. പിന്നെ ഇതുപോലെ പബ്ലിക് ബ്രോഡ്കാസ്റ്റ് കുറഞ്ഞു. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ കുട്ടിക്കാലത്തിരിക്കുമ്പോൾ ഞാനൊക്കെ എൻ്റെ ഓർമ്മയിൽ ഞാൻ ഭക്തി ഗാനങ്ങൾ കൂടുതലും പഠിച്ചിട്ടുള്ളത് കാസറ്റ് കേട്ടിട്ടോ റേഡിയോ കേട്ടിട്ടോ അല്ല, വീടിനടുത്തുള്ള അമ്പലങ്ങളിൽ. അത് ഉച്ചഭാഷിണി അതിന്റെ നമ്മൾ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് വടക്കും കേൾക്കല്ലേ, അല്ലെങ്കിൽ തൃക്കണിയേകിയാലും ഇത് കേട്ടിട്ടാണ് ഉണരുന്നത് നമ്മൾ. അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും എന്ന് പറയുമ്പോൾ പഠിച്ചിട്ടേ ഇല്ല പാട്ട്. അത് എത്ര പ്രാവശ്യം കോളമ്പി കേട്ടിട്ടുണ്ടോ അതാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. വീടിനടുത്തൊരു ചർച്ച ഉണ്ടായിരുന്നു. അവിടെ ഇതുപോലെ തന്നെ കുറേ ക്രിസ്ത്യൻ ഡിവോഷണൽസ് ഇടുമായിരുന്നു. അതൊക്കെ കേട്ട് മനസ്സിൽ നമ്മൾ അങ്ങനെ പതിപ്പിച്ച പാട്ടുകളാണ്. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ പാട്ടുകളെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട്. അത് ഒരു പാട്ടുണ്ടല്ലോ, പിന്നെ കാറ്റിൽ വരും ഗീതമേ കണ്ണനെ അറിവായ, തമിഴ് ഇളയരാജ സാർ മ്യൂസിക് ചെയ്തത്. അതുപോലെ തന്നെ ആകാശവാണിയിൽ ഒഴുകി വരും ആ ഗാന കല്ലോലിനി, അജ്ഞാത ഗായക എന്ന് പറയുന്നത്. അജ്ഞാത ഗായക. അപ്പൊ പാട്ടുകാരനെ അറിയില്ല, പാട്ടുകാരന്റെ മുഖം അറിയില്ല. പാട്ടുകാരൻ എന്ന് പറയുന്നത് അയാളുടെ ശബ്ദമാണ്. യേശുദാസ് എന്ന് പറഞ്ഞാൽ മലയാളിയെ സംബന്ധിച്ച് ആ ശബ്ദമായിരുന്നു വർഷങ്ങളോളം. പിന്നെ കുറെ വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് പാട്ടുപുസ്തകത്തിന്റെ പുറത്തൊരു ഫോട്ടോ ആയിട്ട് വന്നത്. പിന്നെ എത്രയോ വർഷം കഴിഞ്ഞാണ് ടെലിവിഷനിൽ ഇദ്ദേഹത്തെ കാണുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും വേദിയിൽ കാണുന്നവർ കുറച്ചുപേരല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഒരാളുടെ ശബ്ദത്തെയാണ് ആളുകൾ റെക്കഗ്നൈസ് ചെയ്തിരുന്നത്. അപ്പൊ എനിക്ക് ഇടയ്ക്ക് തോന്നിയത് നമ്മൾ ചില പാട്ടുകൾ ഗംഭീര പാട്ടുകൾ വരും, പക്ഷെ അതിന്റെ വിഷ്വൽ വരും ഭയങ്കര വീക്കായിട്ട് തോന്നിയിട്ടുണ്ടാവും. അത് ബഡ്ജറ്റ് വിഷയം വരും. പിന്നെ അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. എന്റെ മനസ്സിൽ എപ്പോഴും തോന്നുന്ന 7 സ്വരങ്ങളും അതിപ്പോ നമ്മളെ പറയാൻ പറ്റത്തില്ല. പല സിറ്റുവേഷൻ ആ പാട്ടിന്റെ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കണം തീരുമാനിച്ചത് ആ പാട്ടിന്റെ സിറ്റുവേഷൻ എന്താണെന്നും അതെങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്യണമെന്നും തീരുമാനിച്ചതിന് ശേഷമാണല്ലോ ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ റെക്കോർഡ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ അഭിപ്രായം കാര്യമില്ല. പിന്നെ ആസ്വാദകർ എന്നുള്ള രീതിയിൽ പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ അതുപോലെ പല പാട്ടുകൾക്കും സംഭവിച്ചിട്ടുണ്ട്. വളരെ നന്നായിട്ട് നമ്മൾ പാടുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു വിഷ്വൽ ഉണ്ടാവും. ഈ പാട്ട് എഴുതുന്ന സമയത്ത് കവിയുടെ മനസ്സിലൊരു വിഷ്വലുണ്ട്, സംഗീത സംവിധായകന്റെ മനസ്സിൽ വേറൊരു വിഷ്വൽ ഉണ്ടാവും. ഈ സംഗീത സംവിധായകരും എഴുതുന്നവരും അവരാരാണെന്ന് വെച്ചാൽ നമ്മളടുത്ത് ആ സമയത്ത് പടത്തിന്റെ ഡയറക്ടറും നമ്മളോട് പറയും ഇതിങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതും കൂടെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ കാണുന്ന നിറങ്ങളും നമ്മുടെ മനസ്സിൽ കാണുന്ന വർണ്ണങ്ങളും നമ്മൾ കാണുന്ന ലാൻഡ്സ്കേപ്പും നമ്മൾ ഒരു നായകന് വേണ്ടിയാണ് പാടുന്നതെങ്കിൽ ആ നായകന്റെ മുഖഭാവവും എല്ലാം എല്ലാം നമ്മുടെ മനസ്സിൽ വെച്ചാൽ പാടുന്നത്. പക്ഷെ പാട്ട് ഷൂട്ട് ചെയ്ത് വരുമ്പോൾ അതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവണമെന്നില്ല. പക്ഷെ അതിനകത്ത് നമ്മുടെ കുറ്റമാണത്. നമ്മളെന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? അവർ ചിന്തിച്ച പോലെയാണല്ലോ അവർ ഷൂട്ട് ചെയ്തത്. അല്ല, ഡയറക്ടർ ചിന്തിച്ച പോലെ ചെയ്തു വിചാരിച്ചാൽ മതി. പക്ഷേ നമുക്കിപ്പം പുറത്തുനിന്ന് കാണുന്ന ഒരു പ്രശ്നം ഇതിൽ ഇത്രയും ഗംഭീരമാക്കാമായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന. അതിപ്പോ സ്വാതന്ത്ര്യം, അതിപ്പോ നോവൽ വായിക്കുന്ന പോലെ തന്നെയാണ്. നോവൽ വായിക്കുമ്പോൾ ഒരാളുടെ മനസ്സിൽ ഓരോരോ ചിത്രങ്ങളല്ലേ, അത് സിനിമയായിട്ട് വരുമ്പോൾ ചിലപ്പം
വ്യത്യാസം വേറെ ആയി പോകും എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. പക്ഷെ പാട്ടുകൾക്ക് ഈ ഭാവന എന്ന് പറയുന്നത് ഈ എഴുതുന്ന ആൾ കൊണ്ടുവരുന്ന ബിംബങ്ങളുണ്ട്. ഇപ്പം ഓരോ എഴുത്തുകാരനും അതിനകത്ത് കൊണ്ടുവരുന്ന ബിംബങ്ങളുണ്ട്. പൊടിമറയണ രാക്കാറ്റ്, പനമേലയൊരു ഞാല്, നിഴലുകളാലതിലിളകും മുടിയാട്ടം കണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളവിടെ തന്നെ പാലക്കാടൻ ഗ്രാമത്തിലൊരു ഗ്രാമപ്രദേശത്ത് രാത്രിയിൽ മുഴുവൻ നിലാവത്ത് ഇങ്ങനെ ഇരുട്ടത്തൊരു ഒരു നിലാ വെളിച്ചത്തിൽ മാത്രം ഒരു പന നിൽക്കുന്നു. ആ പന ഇങ്ങനെ ആടുന്നു. ഒരു വാങ്മയ ചിത്രം പോലെയാണ് ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഓരോ പാട്ടിനകത്തും നമുക്ക് അങ്ങനെ വരും. പൂമാലക്കാവിൽ പൂരക്കാലം, പൂത്തുമ്പി പെണ്ണിൻ കല്യാണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പൂമാലക്കാവുണ്ട്. അതായിരിക്കില്ല ഓരോരുത്തരുടെ മനസ്സിൽ വരുന്നത്. എന്തായാലും ഇത്തരം ചിന്തകൾ ഈ തരുന്ന വാങ്മയ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഗിരീഷേട്ടൻ മുമ്പ് പറയായിരുന്നു, തേന്മാൻ കൊമ്പത്ത് സിനിമ കാണുന്നതിന് മുമ്പ് അതിന്റെ പോസ്റ്ററിൽ എന്താണ് വരുന്നത് എന്നുള്ളത് ഞാൻ ആ പാട്ടിൽ എഴുതിയിട്ടുണ്ട്. താടയിൽ പൊട്ടിട്ട് തങ്കനിറ കൊമ്പാട്ടി പൂമണി കാളയായി നീ പായുമ്പോൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അപ്പൊ ആ ബിംബങ്ങൾ കവികളുടെ സംഭാവനയാണ് പലപ്പോഴും പാട്ടുകളിലുള്ള ബിംബങ്ങൾ. അത് മനോഹരമായിട്ട് ചിത്രീകരിക്കുകയും കൂടി ചെയ്യുമ്പോൾ പാട്ട് കൂടുതൽ ആളുകളുടെ മനസ്സിലേക്ക് ആ ദൃശ്യം പതിയും. ഇനി ആ ദൃശ്യം അത്ര അങ്ങനെ അല്ലെങ്കിൽ പോലും ഈ പാട്ടിനകത്ത് പാടിയതിൽ ഒരു ആത്മാവുണ്ടെങ്കിൽ സംഗീത സംവിധായകന്റെ ആ പാട്ടുകളുടെ വരികൾക്കനുസരിച്ചിട്ടുള്ള വേരിയേഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാടിയ ആൾ ഉൾക്കൊണ്ട് പാടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ ഇഷ്ടപ്പെടുക ഏറ്റെടുക്കും. വേറൊന്ന് പറയാനുള്ളത് നമ്മുടെ രാഗതരംഗിണിയെ കുറിച്ച് സംസാരിക്കണമെന്നുണ്ട്. ദേവരാജ മാഷിന്റെ വലിയൊരു ആരാധകനും ഒരു ശിഷ്യനും എന്തൊക്കെ പറയാമെന്നുള്ള രീതിയിൽ എന്ത് പറഞ്ഞൊപ്പിക്കണമെന്ന് അറിയില്ല. അതേപോലെ മാഷുമായിട്ട് വലിയൊരു അടുപ്പുണ്ടായിരുന്നു. ആ ബന്ധത്തെ കുറിച്ചൊന്ന്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ അദ്ദേഹമാണ് തീർച്ചയായിട്ടും. കാര്യം എന്നെ അത് എൻ്റെ മറ്റു ഗുരുക്കന്മാരെ മറന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മകനായിട്ട് ജനിച്ച് അച്ഛന് സാഹിത്യവും കലയും ഒക്കെ ഉണ്ടെങ്കിലും അച്ഛന് അന്നത്തെ അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യം വെച്ചിട്ട് ഒരു സർക്കാർ ഉദ്യോഗം കൊണ്ട് മാത്രമേ മുന്നോട്ട് ജീവിക്കാൻ പറ്റുണ്ടായിരുന്നു. അല്ലാതെ ഈ പൊതുപ്രവർത്തനത്തിലൂടെ ഒന്നും പണം ഉണ്ടാക്കുക എന്നുള്ള ബിസിനസ് അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടുള്ള ആളുകളല്ല അവർ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു അച്ഛൻ്റെ മകനായിട്ട് ജനിച്ച് വന്നപ്പോഴേ അച്ഛൻ്റെ ചിന്ത എന്താണ്, ഞാനും മകനും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കണം. വളരെ കോളേജിൽ പഠിക്കാൻ തുടങ്ങുന്ന തലമുറ പറയുന്നുണ്ട് പാട്ടും സംഗീതമൊക്കെ. എന്നെ കുട്ടിക്കാലം മുതൽ 10 വയസ്സ് മുതലേ എന്നെ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും അച്ഛൻ പറയുന്ന ഡയലോഗ് ഇതാണ്, നീ ഇത് കൊണ്ടൊന്നും നടന്നാൽ എങ്ങും സിനിമ എന്നുള്ളത് നമ്മുടെ കുടുംബത്തിലാരും സിനിമയിലില്ല, ആരുടെയും പറയണമെന്ന് സിനിമ അവസരമൊന്നും നടക്കുന്ന കാര്യമല്ല. പിന്നെ സിനിമയിലൊക്കെ പാടുന്ന പാട്ടുകളൊക്കെ നിനക്ക് ഗാനമേളയ്ക്കൊക്കെ നീ പാടുമായിരിക്കും, പക്ഷേ ഇതൊക്കെ പാടിയ ആളുകൾ അതുപോലെ വലിയ മ്യൂസീഷ്യനാണ്. യേശുദാസ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ മ്യൂസീഷ്യനാണ്. അവരൊക്കെ ഇതിന്റെ രംഗത്തുള്ളപ്പോഴത്തേക്ക് ഇതിനകത്തോട്ടൊന്നും നീ അങ്ങനെ ചിന്തിക്കണ്ട. നീ സ്വതന്ത്രമായിട്ട് കർണാടക സംഗീതം പഠിക്കുക. അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് വളരെ ശരിയായൊരു കൺസെപ്റ്റാണ്. കർണാടക സംഗീതം പഠിക്കുക, ആരുടെയും പുറകെ നടക്കണ്ട, അവസരങ്ങൾ കൊണ്ട് നടക്കണ്ട. നമുക്ക് മനസ്സിലുള്ള നമ്മുടെ സംഗീതം എക്സ്പ്രസ് ചെയ്യാം, നല്ലൊരു ജോലി സമ്പാദിക്കുക, ജോലി ചെയ്ത് ജീവിതം സേഫായിട്ട് കൊണ്ടുപോകുക. അതിന്റെ കൂട്ടത്തിൽ നിനക്ക് പാടാൻ പറ്റുന്നത് ഗാനമേളയ്ക്ക് വേണമെങ്കിൽ ഗാനമേളയ്ക്ക് വെക്കും, പക്ഷെ കർണാടക മ്യൂസിക് വേണം മെയിനായിട്ട്. അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ കുറച്ച് മാറിപ്പോയി. പക്ഷെ അങ്ങനെ വന്നപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് വേറൊരു തൊഴിലിനും പറ്റില്ല. കാര്യം മനസ്സിൽ പൂർണ്ണമായിട്ടും നമ്മൾ ഇതിനോട് തന്നെ അത്രയും ഒരു പാഷൻ മ്യൂസിക്കിൽ മനസ്സിൽ വേറൊന്നും ചിന്തിക്കാൻ പറ്റാവുന്ന ഒരു ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ഞാൻ ഇത് തന്നെ കൊണ്ടുപോകാം. പക്ഷെ വീട്ടിൽ ഈ ഒരു പ്രശ്നം അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു ധൈര്യമില്ല, വേറൊരു ജോലി ചെയ്യാതെ ഇതിൽ തന്നെ പോയാൽ വരുമാനം ഉണ്ടാകുന്നത് ധൈര്യമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദേവരാജ മാസ്റ്ററാണ് പറയുന്നത്, നിനക്ക് ഇതാണ് നിന്റെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നീ വേറെ ഒന്നും ചിന്തിക്കേണ്ട. അത് ആഗ്രഹം എന്ന് മാത്രം അല്ലല്ലോ. അദ്ദേഹത്തെ പോലെ ഒരാൾ പറയുമ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ പറയുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്നതിനേക്കാൾ ഉപരി എന്നെ അടുത്തറിയുന്നതിന്റെ ഗുരുനാഥൻ പറയുമ്പോൾ എനിക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി കൂടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ അദ്ദേഹം പറയാം. അപ്പൊ അദ്ദേഹം തന്ന കോൺഫിഡൻസ് ആണ് എന്നെ ഒരു പൂർണ്ണസമയ സംഗീതജ്ഞനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഒരു പ്രചോദനമായിട്ട് തീർന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എവിടെ ചെന്നാലും എന്തൊക്കെ എനിക്ക് പുരസ്കാരങ്ങൾ കിട്ടിയാലും എന്ത് കിട്ടിയാലും അതിലൊക്കെ മേലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വിലപ്പെട്ട നിമിഷങ്ങളും അദ്ദേഹം പറഞ്ഞു തന്ന പാഠങ്ങളൊക്കെയാണ് ഏറ്റവും മൂല്യമുള്ളതായിട്ട് ഞാൻ കാണും. ദേവരാജ മാഷെ കുറിച്ച് പൊതുവെ കേട്ടിരിക്കുന്നത് ഒരു കണിശ സ്വഭാവമുള്ള ആളെന്നുള്ളതാണല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മ്യൂസീഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, വളരെ കൃത്യമായിട്ടുള്ള ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ അർത്ഥത്തിലും ഡിസിപ്ലിൻ തന്നെയാണ്. ഒരാൾ എങ്ങനെ സ്റ്റേജിൽ ബിഹേവ് ചെയ്യണം, എങ്ങനെ ഓഡിയൻസിനോട് പെരുമാറണം, എങ്ങനെ സ്റ്റുഡിയോയിൽ ബിഹേവ് ചെയ്യണം, അതുപോലെ ഒരാളുടെ കൃത്യനിഷ്ഠ,
സമയനിഷ്ഠ. സമയനിഷ്ഠയിൽ ഭയങ്കര പങ്ക്ച്വൽ. 9 മണി എന്ന് പറഞ്ഞാൽ 8:45 മാസ്റ്റർ റെഡിയാണ്. 9 മണിക്ക് ശേഷം ഏത് വലിയ ആള് വന്നാലും തിരിച്ചു പറഞ്ഞു വിടും. പഠിക്കില്ല, പേര് പറയുന്നില്ല. ഇന്ന് ലോകം അറിയപ്പെടുന്ന പല സംഗീത സംവിധായകര്, വലിയ വലിയ ആള്, ഞാൻ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തുള്ള ആളുകളെയാണ്. അദ്ദേഹത്തിന്റെ റെക്കോർഡിങ്ങിന് താമസിച്ചു വന്നതിന്റെ പേരിൽ അദ്ദേഹം പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആ ഒരു ഡിസിപ്ലിൻ നമുക്ക് അല്ല, അത് വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്താണ് ദേവരാജൻ മാസ്റ്റർ ഏകദേശം ഒരു 18 വർഷത്തോളം ജീവിച്ചത്. അവിടെ അദ്ദേഹത്തിന്റെ റിഹേഴ്സൽസ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം റിഹേഴ്സൽ 9 മണി എന്ന് പറഞ്ഞാൽ 8:45 എല്ലാ ഓർക്കസ്ട്രക്കാരും വരും. 8:45 വരുന്നത് കുറച്ച് പേര് 8 മണിക്കോ 8:30ക്കോ വരും. നേരത്തെ വരും. അല്ല, ഇപ്പൊ കീബോർഡ് പ്ലെയർ ആണെങ്കിൽ വന്ന് റിഹേഴ്സലിന് 9 മണിക്ക് മുമ്പ് റെഡി ആവണം, അല്ലാതെ 9 മണിക്ക് വന്നാൽ പോരാ. മനസ്സിലായി. അതുപോലെ പാട്ടുകാരടുത്താണെങ്കിലും അതുപോലെ പാട്ടുകൾ തിരഞ്ഞെടുക്കുന്നതിലും ഈ പാട്ടുകളുടെ പ്രോഗ്രാമിന്റെ ഓർഡർ നിശ്ചയിക്കുന്നതിലും എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. പാട്ടുകൾ എഴുതിയെടുക്കുന്നതിൽ മാസ്റ്റർ പാട്ടുകൾ എഴുതുന്നത് വളരെ ഭംഗിയായിട്ടാണ്. വളരെ മനോഹരമായ കൈപ്പടയായിരുന്നു അദ്ദേഹത്തിൻ്റെ. പിന്നെ അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നതിന് ശേഷം എഴുതിയിരുന്നതിൽ പോലും ഒരു ഡിസിപ്ലിൻ, അതൊക്കെ നമ്മൾ കണ്ട് അത്ഭുതപ്പെട്ടുള്ള കാര്യങ്ങളാണ്. സ്ട്രോക്ക് വന്നതിന് ശേഷം മാസ്റ്റർക്ക് എഴുതാൻ വലത് കൈക്ക് സ്വാധീനം കുറവാണ്. അപ്പൊ ഇടത് കൈ കൊണ്ട് വലത് കൈ പെന്നിൽ പിടിച്ചിട്ടാണ്. അങ്ങനെയാണ് അദ്ദേഹം 3 പുസ്തകങ്ങൾ എഴുതിയത്. അങ്ങനെയാണ് എഴുതുന്നത്. അതിങ്ങനെ വളരെ സമയം എടുക്കും എഴുതാൻ. ഓരോ അക്ഷരം, ആ അക്ഷരങ്ങൾ വിറച്ച് അക്ഷരങ്ങളാണ്. പക്ഷെ ആ അക്ഷരങ്ങൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ അദ്ദേഹം ആദ്യം ചെയ്യുന്ന വൈറ്റ് പേപ്പറിൽ പെൻസിൽ കൊണ്ട് വരയ്ക്കും. ഇങ്ങനെ വൈറ്റ് പേപ്പർ എടുത്തിട്ട് അദ്ദേഹം പെൻസിൽ കൊണ്ട് മാർജിനും വരയ്ക്കും, ലൈൻ ഇട്ടിട്ട് അതിലാണ് എഴുതും. എന്നിട്ട് ഇപ്പൊ നീലമഷിയിലാണ് പാട്ട് എഴുതുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗാന സാഹിത്യം എഴുതുന്നുണ്ടെങ്കിൽ അതിന് മേലെ റെഡില് അതിന്റെ നൊട്ടേഷൻ എഴുതും. പിന്നെ വെട്ടുതിരുത്ത് വരാതിരിക്കാൻ വേണ്ടി മാർക്കർ പെൻ സൂക്ഷിക്കും. അതൊക്കെ മാസ്റ്റർ എന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എവിടെങ്കിലും ഒരു അക്ഷരം തെറ്റുവന്നാൽ അപ്പോഴേ മാർക്കർ എടുത്തത് കറക്റ്റ് ചെയ്തിട്ട് എന്നിട്ടേ മാസ്റ്റർ എഴുതുള്ളൂ. പിന്നെ മുമ്പൊക്കെ എന്നെ കൊണ്ടൊക്കെ ചിലതൊക്കെ എഴുതിക്കുമ്പോൾ പാട്ട് എഴുതി വരുമ്പോൾ അവസാനം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എവിടെയെങ്കിലും തെറ്റ് വരുമ്പോൾ നമ്മൾ വെട്ടിയ മാസ്റ്റർ പറയും, എന്നാ അത് പേപ്പർ കളഞ്ഞിട്ട് നീ വേറെ എഴുത്, മാർക്കർ ഇല്ലെങ്കിൽ. ഇപ്പൊ ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന കാര്യം പാട്ടുകൾ എഴുതിയെടുക്കുമ്പോൾ എഴുതി വന്ന് ചിലപ്പോൾ ചരണം ആകുമ്പോഴായിരിക്കും ഒന്ന് തെറ്റുന്നത്. അപ്പൊ ആ സമയത്ത് ആരെങ്കിലും ഫോൺ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ വരുമ്പോഴാണല്ലോ തെറ്റുന്നത്. അതുകൊണ്ട് ഞാൻ കഴിവതും പാട്ട് ഒന്നെങ്കിൽ എല്ലാവരും കിടന്നതിന് ശേഷം രാത്രിയിൽ, അല്ലെങ്കിൽ വെളുപ്പിനെ എഴുന്നേറ്റ് എഴുതുള്ളൂ, മറ്റൊന്നും വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഫോൺ റിങ് ചെയ്യുക, ഒന്നും ഡിസ്ട്രാക്ഷൻ വരാതിരിക്കാനായിട്ട്. അങ്ങനെ എഴുതി എത്താറാകുമ്പോൾ ഒരു തെറ്റ് വന്നാൽ ഇപ്പോഴും ഈ നിമിഷം, ഈ മിനിഞ്ഞാന്ന് വരെ ഞാൻ പാട്ടെടുക്കും, ആ പേപ്പർ എടുത്തും ചുരുട്ട് ഡസ്റ്റ്ബിന്നിലിടും, ആദ്യം പോലെ എഴുതും. അതൊരു നല്ല ചിട്ടയാ. നമുക്ക് ശീലങ്ങൾ, അതിൽ കോംപ്രമൈസ് ഇല്ല. പിന്നെ ഇനി അത്ര പെർഫെക്റ്റ് ആയിട്ട് എഴുതി വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അക്ഷരം തെറ്റിപ്പോയെങ്കിൽ അതിന് കറക്ഷന് വേണ്ടി മാർക്കർ പെൻ, അത് ഓൾവേസ് എൻ്റെ ബാഗിലുണ്ട്. ഇനി വീട്ടിനെ കുറിച്ച് പറയുമ്പോൾ കലാമണ്ഡലം സോഫിയ എന്ന് പറയുന്ന വലിയൊരു കലാകാരിയാണ് വീട്ടിലേക്ക് നമ്മുടെ പാർട്ണറായി വരുന്നത്. അതിന്റെ കൂടെ കുട്ടികളുടെ പേരും എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. ഒരു പാട്ടിന്റെ വരികൾ പോലെ രണ്ടും പാട്ടിൽ നിന്ന് തന്നെ എടുത്തത്. അതിന്റെ ആ ഒരു അനുഭവത്തെ കുറിച്ചൊന്ന് പറഞ്ഞാൽ. സോഫി ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഞങ്ങളുടെ കല്യാണത്തിന്റെ 2-3 വർഷം മുമ്പേ അറിയാം. അപ്പോഴൊന്നും ഒരു പ്രണയമൊന്നും ഉണ്ടായില്ല. അന്നൊക്കെ നല്ലൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ പലരും പറഞ്ഞറിയാം. പിന്നെ അദ്ദേഹത്തിന്റെ സോഫിയുടെ ഫാദറും മദറും രണ്ടുപേരും കലാകാരന്മാരായിരുന്നു. അതുകൊണ്ട് അവർക്കും എന്നോട് വലിയൊരു ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നിച്ച് ചില പ്രോഗ്രാംസ് ഒന്നിച്ച് ചെയ്യാൻ പറ്റി. അങ്ങനെ വന്നപ്പോഴാണ് പിന്നീട് കല്യാണം കഴിക്കുന്നതും. രണ്ട് വീട്ടുകാരും ഒരേപോലെ നമ്മളുടെ കൂടെ നിന്നിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്കിപ്പോൾ അതുപോലെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. ആദ്യമായിട്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് US പ്രോഗ്രാമിന് പോയി, ഞാൻ സോഫിയും ഒന്നിച്ച്. നമ്മുടെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട് കൂടെ. നമ്മുടെ സുരാജ് ഉണ്ടായിരുന്നു, ഷാജോൺ ഉണ്ടായിരുന്നു, സിംഗറായിട്ട് അഫ്സൽ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടിയാണ് പോയത്. പ്രജോദ് ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ സോഫി ഡാൻസ് ചെയ്തിരുന്നു. അന്ന് പടയപ്പ ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പം മിൻസാര പൂവേ എന്ന് പറഞ്ഞ പാട്ടിന് ഡാൻസ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഡാൻസ് ചെയ്തു. ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് കുറച്ചാലം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കുട്ടി ഉണ്ടാകുന്നത്. അപ്പൊ പല പേരുകളും പലരും സജസ്റ്റ് ചെയ്തു. അപ്പൊ ആ പാട്ടിൽ നിന്നാണ് ഈ പേരിട്ടത്. രണ്ടാമത്തെ ഇതുപോലെ തന്നെ രണ്ടാമത്തെ മോൾ ഉണ്ടായപ്പോഴും പലരും പല പേരുകളും സജസ്റ്റ് ചെയ്ത് പലതും ആലോചിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് 2 പാട്ടുകളിൽ നിന്നാണ് ഈ പേര് കിട്ടുന്നത്. ഒന്ന് പുഷ്പമംഗലയാം ഭൂമിക്ക് എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ, നീ കവിളിലെ നീഹാരഹാരം കവരുമോ നിലാവേ
കവരുമോ. നിഹാരഹാരം എന്ന് പറഞ്ഞാൽ മഞ്ഞുതുള്ളി കൊണ്ടുള്ള ഒരു മാല. അതുപോലെ തന്നെ സൗഗന്ധികങ്ങളെ വിടരൂ വീണ്ടും വീണ്ടും നിഹാര ബിന്ദു ചൂടുവാൻ അതുകൂടെ വന്നപ്പോ ഇത് രണ്ടും ഓർത്തപ്പോഴത്തേക്ക് നിഹാര മഞ്ഞുതുള്ളിയാണല്ലോ. അങ്ങനെയാണ് രണ്ടു പേർക്കും പേരിട്ടിട്ടുള്ളത്. ഇനിയിപ്പം പാട്ടിലെ പുതിയ കാഴ്ചകൾ എന്തൊക്കെയാവുള്ളൂ? ഇപ്പൊ സമത്തെ കുറിച്ചും കൂടെ ഒന്ന് പറയണം. സമം ഒരു കുറെ വർഷങ്ങളായിട്ട് ഗംഭീരമായിട്ട് സുധിവേട്ടൻ തന്നെ ലീഡ് ചെയ്യുന്നു. സമം 8 വർഷം കഴിഞ്ഞു സംഘടന ഉണ്ടായിട്ട്. അതിലൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ പ്ലേബാക്ക് സിംഗേഴ്സിനായിട്ട് ഒരു ലോകത്തിൽ ആദ്യമായിട്ടുള്ള അസോസിയേഷനാണ്. ഇന്ത്യയിലെ എന്നല്ല, വേൾഡിലെ മേ ബി ആയിരിക്കാം. മറ്റൊന്നും പ്ലേബാക്ക് സിംഗിങ് കാര്യമായിട്ടില്ല. അപ്പൊ ലോകത്തിലെ തന്നെ പ്ലേബാക്ക് സിംഗേഴ്സിന്റെ ആദ്യത്തെ സംഘടന എന്ന് വിചാരിക്കാം. പിന്നെ അതിലുള്ള സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ആശയം കൊണ്ടുവന്നപ്പം അത് കൊണ്ടുവരാനൊരു കാരണം, ഏതൊരു കലാകാരനും ഏത് സമയത്തും സംഭവിക്കാം, അപകടങ്ങൾ സംഭവിക്കാം. എത്രയോ കലാകാരന്മാർ പല ദുരിതങ്ങളിലും പോകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്തും ഓരോ സംഘടനകൾ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളോ വ്യക്തികളോ ഒക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് അതിനുവേണ്ടി ഒരു പ്രോഗ്രാം വയ്ക്കും. എന്ത് പ്രോഗ്രാം വെച്ചാലും മ്യൂസിക് ഇല്ലാതെ പ്രോഗ്രാം ഇല്ല. അപ്പോൾ അവിടെ എല്ലാം വർഷങ്ങളായിട്ട് പോയി ചാരിറ്റി എന്നുള്ള രീതിയിൽ പാടുന്നവരാണ് പാട്ടുകാർ. അതിപ്പോ എത്ര വർഷമായിട്ട് നമ്മൾക്ക് പഴയ സീനിയേഴ്സിനെ ചോദിച്ചാൽ അവരൊന്നും പാടി ചാരിറ്റി ഷോസിന് എണ്ണം ഉണ്ടാവില്ല. നമ്മളെല്ലാവരും പോലും എപ്പോഴും ചേച്ചി അതല്ലാതെയും പേഴ്സണലി ഒരുപാട് ചെയ്യുന്നുണ്ട്. അവരുടെ മോളുടെ പേരിലോ ട്രസ്റ്റിന്റെ പേര് എനിക്കറിയാം, ഒരുപാട് ചേച്ചി ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ സിംഗേഴ്സും ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് എവിടെങ്കിലും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചാരിറ്റി ചെയ്യുന്നവരെ എല്ലാവരും കൂടി ചേർന്ന് ഒന്നിച്ച് നിന്ന് ചെയ്താൽ എന്താവും എന്നൊരു ചിന്തയിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മളോരോരുത്തരെ സഹായിക്കണമെങ്കിൽ നമ്മളെന്തിനാ ഒരു അസോസിയേഷനിൽ പോയി പാടിയിട്ട് അവരെ കൊണ്ട് സഹായിപ്പിക്കുന്നത്, നമുക്ക് തന്നെ സഹായിക്കാമല്ലോ എന്നൊരു ചിന്ത ഒന്നാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഇതിനൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആയിട്ടാണ്, അല്ലാതെ ട്രേഡ് യൂണിയൻ അല്ല, മറ്റു വേറൊന്നുമല്ല. അങ്ങനെ ഒരു അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റ് ഇഷ്യൂസിലൊന്നും നമ്മുടെ സംഘടനയിൽ മറ്റ് തൊഴിൽ തർക്കങ്ങളിലോ മറ്റ് പാട്ടുകാരുടെ മറ്റു നമ്മൾ ചെയ്യുന്നത് ചാരിറ്റി ഒരു സൈഡിൽ കൂടെ പോകുന്നു. പിന്നെ ട്രിബ്യൂട്ട് ഷോസ് ചെയ്യുന്നു. വലിയ വലിയ മ്യൂസീഷ്യൻസിനെ ഓർമ്മിക്കേണ്ട സാഹചര്യങ്ങളിൽ അവരുടെ ജന്മദിനത്തിനോ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ SPBയുടെ സ്റ്റാച്യു ആദ്യമായിട്ട് കേരളത്തിൽ വലിയ സ്റ്റാച്യു നമ്മൾ ചെയ്തു. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കോവിഡ് ടൈമിൽ P. ജയചന്ദ്രൻ സാറിന്റെ നമ്മൾ 2 എണ്ണം ചെയ്തു. ജയേട്ടന്റെ അനുരാഗം മീട്ടു ഗന്ധർവൻ എന്ന് പറഞ്ഞ് ഇവിടെ ചെയ്തു. തൃശ്ശൂർ 1ാം ചരമവാർഷികത്തിന് ഇപ്പൊ നമ്മള് ധനുമാസ ചന്ദ്രിക എന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് സമത്തിന്റെ ഭാരവാഹിത്വത്തിൽ മാറ്റം വന്നിട്ടില്ല. അതൊരു വലിയ വർക്ക് ലോഡ് ആണെങ്കിൽ അതൊരു മെറിറ്റിനുള്ള ഒരു ഓണറാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ പിന്നെയും ജനം തെരഞ്ഞെടുക്കുമല്ലോ, അതൊരു സാധ്യതയുണ്ടല്ലോ. അങ്ങനെ നമ്മളത് നമ്മുടെ കൂടെ നിൽക്കുന്നവരെല്ലാവരും സമത്തിലെ സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ നിൽക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളവരും അതുപോലെ എൻ്റെ സെക്രട്ടറി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാർ ഇങ്ങനെയുള്ള വരുന്ന എല്ലാവരും തമ്മിൽ നല്ലൊരു യൂണിറ്റി ഉള്ളതുകൊണ്ടാണ് സാധിക്കുന്നത്. പിന്നെ നമുക്ക് ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ യേശുദാസ് സാർ നമ്മുടെ ചെയർമാനായിട്ടുണ്ട്. അദ്ദേഹം ലോകത്തിൽ ഒരു സംഘടനയിലും മെമ്പർ അല്ലാത്ത ആളാണ്, അറിയാലോ. അദ്ദേഹം ഒരു പാർട്ടിയിലോ ഒരു സംഘടന ജന്മദിനമൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കുകയും ചെയ്തിരുന്നല്ലോ. ഒരൊറ്റ സംഘടനയിലേ അദ്ദേഹം അംഗമായിട്ടുള്ളൂ. അത് സമത്തിലാണ്, ചെയർമാനുമാണ്. പേരും സമം എല്ലാം കണ്ടു നമ്മുടെ ചെയർമാനാണ്. അതാണ്. പിന്നെ ഈ പിന്നണി ഗാനം പോലെ നമ്മൾ ഒരുപാട് സ്റ്റേജ് ഷോസും ചെയ്യാറുണ്ട്. അപ്പൊ ഈ സ്റ്റേജ് ഷോസിൽ നിന്ന് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് കുറച്ചുകൂടെ രസകരമായിട്ട് നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? നമ്മളൊക്കെ സ്റ്റേജിലാണ് തുടങ്ങിയത്. കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ പ്രീ ഡിഗ്രി എക്സാമിനേഷൻ കഴിഞ്ഞ് നേരെ ഞാനൊരു പ്രൊഫഷണൽ ഗാനമേള ട്രൂപ്പിൽ ജോയിൻ ചെയ്യായിരുന്നു. എന്നുവെച്ചാൽ കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ ഈ ഓർക്കസ്ട്രക്കാരൊക്കെ വന്ന് വായിക്കുമല്ലോ. അപ്പോൾ നമ്മൾ കോളേജിൽ നിന്നുള്ള പിള്ളേർ പാടുമ്പോൾ പുതിയ കുട്ടികളാണ് എന്നുള്ള ഒരു പരിഗണനയിലാണ് ഓർക്കസ്ട്രക്കാർ വരും. പക്ഷേ നമ്മളൊക്കെ അന്ന് കുറച്ച് ഇതുപോലെ പാട്ടിനകത്ത് ഭയങ്കര ആവേശം മൂത്ത് പാടുമ്പോൾ ഓർക്കസ്ട്രക്കാരൊക്കെ വരുമ്പോൾ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ കോളേജിലൊക്കെ പരിപാടികൾക്കൊക്കെ പാടിയപ്പോൾ ആലപ്പുഴയിൽ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടൊരു ഗാനമേള ട്രൂപ്പ് എന്നെ ബ്ലൂ ഡയമണ്ട്സ് എന്നെ പ്രോഗ്രാമിന് വിളിച്ചു. അന്ന് ആദ്യം അച്ഛൻ വീട്ടിലെ കാര്യം, പ്രീ ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്, കോളേജിൽ പോകാതെ പരീക്ഷ സമയത്തൊക്കെ സീസൺ സമയമല്ലേ. അങ്ങനെ എക്സാം കഴിഞ്ഞപ്പോൾ അച്ഛൻ പോകാൻ സമ്മതിച്ചു. അങ്ങനെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ 1992 May 7th ആണ് ബ്ലൂ ഡയമണ്ട്സ് എന്ന് പറഞ്ഞ ട്രൂപ്പിൽ ഒരു പാട്ടുകാരനായിട്ട് ജോയിൻ ചെയ്യുന്നത് എൻ്റെ 17ാമത്തെ വയസ്സിൽ. അപ്പം ആ വർഷം അങ്ങനെ 2 വർഷത്തോളം ബ്ലൂ ഡയമണ്ട്സിൽ പാടി. പിന്നെ ഒരുപാട് ഗാനമേള ട്രൂപ്പുകളിൽ പാടിക്കൊണ്ടിരുന്നു. അതൊരു എനിക്ക് സിനിമയിൽ അവസരങ്ങൾ കിട്ടുന്നവരെ ഞാൻ ഈ ട്രൂപ്പുകളിൽ പല പല ട്രൂപ്പുകളിൽ പാടിയിരുന്നു. സിനിമയിൽ എത്തിപ്പെട്ടപ്പോൾ പിന്നെ ഞാൻ എൻ്റെ സ്വന്തം ബാനറിൽ പരിപാടികൾ ചെയ്യാൻ തുടങ്ങി. നമ്മുടെ സുദീപ് കുമാർ ലൈവ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്.
പിന്നെ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഷോസ് ഒരു ഷോ പോലെ അല്ല ഒരു ഷോ, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. കെമിസ്ട്രിയും ലിറ്ററേച്ചറും എല്ലാം ഇപ്പൊ ഉത്സവ പരിപാടികൾ ചെയ്യുന്നതിന് ഒരു പാറ്റേൺ ഉണ്ട്. ഉത്സവ പരിപാടികൾക്ക് നമുക്ക് കുറച്ചുകൂടെ നല്ല റിതമിക്കായ പാട്ട് അത് ചെയ്യുമ്പോൾ പോലും ഞാൻ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ ഒരു രീതിയിൽ പാട്ടുകൾ, നിലവാരമുള്ള പാട്ടുകൾ തന്നെ കൂടുതൽ പ്രസന്റ് ചെയ്യാൻ നോക്കും. ഇപ്പം പീരിയോഡിക്കായിട്ടുള്ള ഏറ്റവും ഫാസ്റ്റ് പാട്ടുകൾ അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ പാടേണ്ടി വരും. അപ്പൊ അതിന് നമ്മൾ വേറെ സിംഗേഴ്സിനെയൊക്കെ വെക്കും. എന്നിട്ട് ഞാനെപ്പോഴും എൻ്റെ പാട്ടുകളും ഞാൻ പാടിയിട്ടുള്ള ഹിറ്റായ പാട്ടുകളും മറ്റ് നല്ല സീനിയർ ആയിട്ടുള്ള കമ്പോസേഴ്സിന്റെ ഡിഫറെന്റ് ആയ പാട്ടുകളൊക്കെ ഏതെങ്കിലും വഴി കൂടെ ഒക്കെ പ്രസന്റ് ചെയ്ത് പ്രോഗ്രാമിന് ഒരു മ്യൂസിക് ലവറെ സംബന്ധിച്ച് കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഗാനമേള എന്ന് പറയുന്നത് പലപ്പോഴും ഈ പബ്ലിക് അല്ലെങ്കിൽ ഒരു വളരെ എന്ന് പറഞ്ഞ ഈ വൈബ് എന്ന് പറയില്ലേ, അങ്ങനെ നിൽക്കുന്ന ഒരു ക്രൗഡിന് വേണ്ടി മാത്രമായി പോവാതെ കുറച്ച് മ്യൂസിക് ലവേഴ്സിനും കൂടി ആവുന്ന രീതിയിലാണ് ഞാൻ പലപ്പോഴും ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് നമുക്ക് കിട്ടുന്ന ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ ഉത്സവ പരിപാടികൾ മാത്രമല്ല, ഇപ്പൊ ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പേരിലുള്ള ഷോസ് ഉണ്ടല്ലോ. ഇപ്പൊ ഔസേപ്പച്ച സാറെല്ലാം മിക്കവാറും എല്ലാ പ്രോഗ്രാമിനും എന്നെ വിളിക്കാറുണ്ട്. ബിജുപാലിന്റെ പ്രോഗ്രാംസ്, അല്ല ഇപ്പം ബേണി ചേട്ടൻ്റെ ഇവിടെയൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല സംഗീത സംവിധായകരുടെയും പ്രോഗ്രാംസ്, പിന്നെ പല കാറ്റഗറി. ഇപ്പം പഴയ പാട്ടുകൾ തന്നെ ഇപ്പൊ ഓൾഡ് ഈസ് ഗോൾഡ് അങ്ങനെ ഇപ്പൊ അങ്ങനെ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ ആളുകളുടെ പേരിലുള്ള ഷോസ് ആവാം, അല്ലാതെ തന്നെ ചില പ്രത്യേക എന്തെങ്കിലും ഒരാളുടെ ഓർമ്മ ദിവസമൊക്കെ നടത്തുന്ന പരിപാടികളാണ്. അഫ്സലുമായിട്ട് ചേർന്നിട്ട് ഞങ്ങൾക്കൊരു ഇവന്റ് കമ്പനി ഉണ്ട്. ഞാനും അഫ്സലും കൂടെയുള്ള ഇവന്റ് കമ്പനിയുടെ പേര് ഒക്ടാവിയ എന്നാണ്. അത് ഒക്ടാവിയ ഇന്ത്യ എന്ന് പറഞ്ഞ കൂടെ ഞങ്ങളിപ്പോൾ അത് ചെയ്യുന്നുണ്ട്. ചെയ്തുകൊണ്ടിരുന്നത് ദുബായിലാണ് രജിസ്റ്റർ ചെയ്തത്. ദുബായിൽ നമ്മളിപ്പോൾ കുറച്ച് പേർ പ്രോഗ്രാംസ് ചെയ്തു. നവരാത്രി സംഗീതോത്സവമൊക്കെ ചെയ്തു, പിന്നെ ഓണം ഇവന്റ്സ് ചെയ്തു. ഇപ്പോൾ ഈ പെരുന്നാൾ ഇവന്റ്സ് ഉണ്ടായിരുന്നു, അത് യുദ്ധ കാരണം കൊണ്ട് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം വരുന്ന മാസങ്ങളിൽ കുറച്ച് പരിപാടികൾ ദുബായിലും ഖത്തറിലും ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഈ സാഹചര്യങ്ങളുടെ പിരിമുറുക്കം മാറുമ്പോഴേ അത് ശരിയാവുള്ളൂ. യുദ്ധത്തിന്റെ സിറ്റുവേഷൻ അഫ്സലും ഞാനും തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ 25 years more than ആയിട്ടുണ്ട്. പിന്നെ 32 years. ഞങ്ങൾ ഒരു ഗാനമേള ട്രൂപ്പിൽ ഒന്നിച്ച് പാടിയിരുന്നവരാണ്, ചെങ്ങന്നൂർ രാഗമാലിക എന്ന പറഞ്ഞ ട്രൂപ്പില്. അപ്പോൾ അഫ്സലും ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ വയസ്സിൽ ചെറിയ വ്യത്യാസമുള്ളൂ. കൊച്ചു പയ്യനായിരുന്നു. അന്ന് പോലുള്ള സൗഹൃദം അതേ ഊഷ്മളതയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ദൃഢമായിട്ട് നമ്മുടെ ഒരു കുടുംബ ബന്ധമായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്ന അഫ്സലിന് മനസ്സിലാവും, അഫ്സലിന് പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം. വലിയൊരു മ്യൂസീഷ്യനും കൂടിയാണ്, റിതം പ്രോഗ്രാമർ കൂടെ. ബേസിക്കലി റിതം പ്രോഗ്രാമർ ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. നമ്മളൊരു കാര്യം പറയും, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയും. ഒരു പ്രോഗ്രാമിന് ഒരു ആർട്ടിസ്റ്റിനെ വിളിക്കുന്ന കാര്യം പറഞ്ഞാൽ പോലും ഞാൻ പറയും നമുക്ക് ഇന്നയാളെ വെച്ചാൽ അപ്പം ഞാനത് ഇപ്പം അങ്ങോട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വളരെ നല്ല രീതിയിൽ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യാറുണ്ട്. പിന്നെ ജീവിതത്തിൽ നമുക്കൊരു അൺസങ് ഹീറോ എന്ന് പറയുന്ന ഒരാളുണ്ട്. പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു അൺസങ് ഹീറോ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ഒരാൾ, ഒരു അൺസങ് ഹീറോ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ആരായിരിക്കും? അങ്ങനെ ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഹീറോസ് എന്ന് പറയുന്നത് അൺസങ് അല്ല, ഏറ്റവും കൂടുതൽ പാട്ട് പാടിയിട്ടുള്ള ആളാണ് എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ഹീറോ യേശുദാസ് സാറാണ്. അൺസങ് ഹീറോ പറയാൻ പറ്റില്ല. പിന്നെ ബാക്കി എൻ്റെ നമ്മുടെ ജീവിതം കരിപ്പിടിപ്പിച്ചതിൽ ഇപ്പം ഏറ്റവും കൂടുതൽ പറയുന്നത് ഇപ്പം എല്ലാവർക്കും ഒരു കടപ്പാടെന്നൊക്കെ പറയില്ല. അങ്ങനെ ഒരു വ്യക്തിയോടായിട്ടല്ല, എനിക്ക് ഒരുപാട് പേരോട് അതിനകത്ത് കടപ്പാടുണ്ട്. ഇത് ഒരു കാര്യത്തിനല്ലെങ്കിൽ ഒരു കാര്യം അദ്ദേഹം അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആവില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു 3-4 ഫേസ് ഉണ്ട് എൻ്റെ ജീവിതത്തിൽ. ഇപ്പോൾ എൻ്റെ ഗുരുനാഥന്മാർ എന്നെ ഏറ്റവും കൂടുതൽ കാലം സംഗീതം പഠിപ്പിച്ച ഗുരു ആലപ്പുഴ ആർ വിധു എന്ന് പറഞ്ഞു. 10 വർഷം അദ്ദേഹത്തിൻ്റെ കീഴിലാണ് പഠിച്ചത്. ആദ്യം പാട്ട് പഠിച്ചു തുടങ്ങിയത് ഒരു ശാന്തമ്മ ടീച്ചറിൻ്റെ അടുത്താണ്, വീടിൻ്റെ അടുത്ത്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ഓരോരോ ഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ സ്വാധീനം ചെലുത്തിയവരാണ്. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെരുമ്പാവൂർ സാറിൻ്റെ അടുത്താണ്. ഇപ്പോഴും പഠിക്കുന്നുണ്ട്. അപ്പൊ സാറ് എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരോട് ഇത്രയും സ്നേഹവും അവരിൽ കരുതലുമുള്ള ഒരു ഗുരുനാഥൻ, അദ്ദേഹത്തെ പോലെ വേറൊരാളെ ഇനിയൊരു കണ്ടെത്താൻ പറ്റില്ല നമുക്ക്. സാറ് നമ്മുടെ ഓരോ കാൽവയ്പിലും സാറ് സന്തോഷിക്കുന്നത് നമ്മൾ അറിയും. ഇപ്പോൾ ഇന്നിപ്പോൾ എറണാകുളത്ത് മഴയിടിയും ഉണ്ടെങ്കിൽ ടി വിയിൽ കണ്ടാൽ സാറ് വിളിച്ചു നല്ല മഴയാണ് കേട്ടോ, പുറത്തൊന്നും പോകണ്ട കേട്ടോ, അല്ലെങ്കിൽ ഇന്ന് പ്രോഗ്രാം ദൂരെയെങ്കിലും പോരുത് കേട്ടോ. അത്ര കണ്ട് ഇപ്പോഴും ഇപ്പം എൻ്റെ അച്ഛൻ എന്നോട് എങ്ങനെയാണോ അതുപോലെ ആയിരുന്നു. ദേവരാജ് മാസ്റ്ററും അതുപോലെ തന്നെയായിരുന്നു. മാസ്റ്റർക്കും ആ ഒരു കരുതലും സ്നേഹവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള കുറേ ഹീറോസ് ഉണ്ട്. അവരെല്ലാമാണ് എൻ്റെ ചുറ്റും നിന്ന് എന്നെ ഇപ്പോൾ ഓരോ നിമിഷവും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന അവരാണ്. ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും കൂടെ. ഭാവി പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ സിനിമകളെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് സിനിമകളൊന്നും ഇല്ല. സിനിമകളുടെ എണ്ണം കുറവാണ്. പാട്ടുകളുള്ള സിനിമകൾ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോഴത്തെ പാട്ടുകളുടെ ഒരു സ്ട്രക്ചർ മാറിയതുകൊണ്ട് എന്നെ പോലുള്ള ആളുകളുടെ ശബ്ദം
അധികം സിനിമകളിൽ ഉപയോഗിക്കുന്നില്ല. ഏതിനാണ് പറ്റുന്നത്? ഇപ്പോൾ പാടിയ സിനിമകൾ പുറത്തിറങ്ങാനുണ്ട്. ഇപ്പോൾ കുറെ കാലമായിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് ഇറങ്ങാതിരിക്കുന്ന ഒരു പടം പെരുങ്കളിയാട്ടം, ജയരാജേട്ടൻ്റെ പടം, ബിജുപാൽ മ്യൂസിക്, ഹൈദപ്രസാദ് എഴുതിയ പാട്ട്. പിന്നെ നമ്മുടെ ശ്രീവത്സൻ ജെ മേനോൻ, ശ്രീവത്സൻ ചേട്ടൻ മ്യൂസിക് ചെയ്ത ഒരു പടത്തിന്റെ ഒരു പാട്ട് പാടി ഇറങ്ങാനുണ്ട്. MA നിഷാദ് ഏട്ടൻ ഡയറക്ട് ചെയ്യുന്ന പടത്തിൽ ആ പടത്തിൽ പാടിയിട്ടുണ്ട്. പിന്നെ വേറെ പുതിയ 1-2 സംഗീത സംവിധായകരുടെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഒരു 5-6 സിനിമകൾ പുറത്തിറങ്ങാനുണ്ട്. പക്ഷേ ഈ സിനിമകളിലെ ഈ പാട്ടുകളൊക്കെ വളരെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള മെലോഡീസ് ആയിട്ടുള്ള നല്ല പാട്ടുകളാണ്. അതിന് ആളുകൾ കേട്ടിട്ട് വേണം അത് ഹിറ്റ് ആവണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാൻ. പാട്ടുകൾ എന്നുള്ള രീതി ഇതെല്ലാം നല്ല പാട്ടുകൾ തന്നെയാണ്. പിന്നെ പ്രതീക്ഷകൾ എന്ന് പറയുന്നത്, നമ്മൾക്കിപ്പോൾ ഈ മുമ്പത്തെ പോലെ ഒരു പാട്ടുകാരന് പൂർണ്ണമായിട്ടും സിനിമ മാത്രമല്ല ഓഡിയോ ഇൻഡസ്ട്രിയെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങൾക്കൊക്കെ ഒരു കാലഘട്ടം വരെ സ്റ്റേജ് ഷോസ് എന്നുള്ളത് അവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടെങ്കിലും റെഗുലറായിട്ട് എല്ലാ ദിവസവും റെക്കോർഡിങ്ങുകളുണ്ടായിരുന്നു. മാസത്തിൽ 25 ദിവസം ഉറപ്പായിട്ടും റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു, ഡിവോഷണൽസ്, ആൽബംസ്. ഇന്ന് അതിൻ്റെ എണ്ണം ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കാര്യം അങ്ങനെ റെഗുലറായിട്ട് പ്രൊഡ്യൂസേഴ്സ് ഇല്ല, അങ്ങനെ പാട്ടുകൾ ചെയ്തു വരുന്ന പ്രൊഡ്യൂസേഴ്സ് ഇല്ല. അപ്പോൾ അതിൻ്റെ എണ്ണം കുറവാണ്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും പാടി ക്രിസ്ത്യൻ ഡിവോഷനിൽ ഇപ്പോൾ ജോജി ജോൺസിൻ്റെത് റിലീസായി. അങ്ങനെ കുറേ പാട്ടുകൾ ഇങ്ങനെ പാടുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഹിന്ദു ഭക്തി ഗാനങ്ങളും ഇടയ്ക്ക് റയറായിട്ട് മാപ്പിൾ പാട്ടുകളും ഒക്കെ പാടുന്നുണ്ട്. ഇപ്പോൾ ഈ ആൽബം സോങ്സിൻ്റെ എണ്ണം കുറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതത്ര വിപുലമായിട്ട് ഷൂട്ട് ചെയ്താലേ ആളുകൾ കാണുന്നുള്ളൂ. ഇപ്പൊ തമിഴിലൊക്കെ ഇപ്പൊ സായി അഭ്യങ്കറിന്റെ ഇപ്പൊ പവിഴമല്ലി എന്ന് പറഞ്ഞ ആൽബം എത്ര മില്യണാണ് വ്യൂസ്. വലിയ പ്രൊഡക്ഷനാണ്. അപ്പൊ ഒരു സിനിമയിൽ പാട്ട് എടുക്കുന്നതിന്റെ അത്രയും തന്നെ പൈസ മുടക്കി അത്രയും എഫർട്ട് എടുത്ത് ഭംഗിയായിട്ട് അവർ ഷൂട്ട് ചെയ്യുന്നു. അതുപോലെ തമിഴിൽ ഒരുപാട് ആൽബങ്ങൾ അതുപോലെ വരുന്നു. തമിഴിൽ വരുന്നുണ്ട്, തെലുങ്കിൽ വരുന്നുണ്ട്, ഹിന്ദിയിൽ വരുന്നുണ്ട്. നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന് അത്രയും ധൈര്യമില്ല ഇത്രയും പൈസ മുടക്കി പാട്ട് എടുക്കാൻ. അല്ല, അത് യൂട്യൂബിൽ ഇപ്പോൾ റെഗുലറായിട്ട് ഇതുപോലെ പാട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലാണെങ്കിൽ അവർക്ക് കിട്ടുന്ന. അതെ, അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഇതുവരെയും അതിനുള്ള ഒരു പൈസ മുടക്കാതെ എങ്ങനെ പൈസ കിട്ടുമെന്ന് ആലോചിക്കുന്നതാണല്ലോ കൂടുതലായിട്ട് ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷെ പൈസ വലിയ രീതിയിൽ മുടക്കിയിട്ട് വലിയ രീതിയിൽ വാങ്ങിക്കാന്ന് പറയുന്നത് റിസ്ക് എടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്കേ പറ്റുള്ളൂ. അതിനുള്ള ആളുകൾ കുറവായതുകൊണ്ട് ആൽബംസിന്റെ എണ്ണം കുറവാണ്. പിന്നെ ആഗ്രഹം കൊണ്ട് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ എഴുതുന്ന ആള് തന്നെ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുന്ന ആള് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയൊക്കെ വരുന്ന ആൽബങ്ങളാണ് ഇപ്പൊ കൂടുതലും വരുന്നത്. അല്ലാതെ കമ്പനീസ് ഒന്നും ഇല്ല, വലിയ ഓഡിയോ കമ്പനീസ് ഒന്നും തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിവോഷണലാ ചെയ്യുന്നത്. അല്ലാതെ പ്രണയഗാനങ്ങൾ വളരെ കുറവാണ്. മലയാളിക്ക് പ്രണയിക്കാനായിട്ട് പാട്ടുകൾ സിനിമയിലൂടെ വന്നാലേ മാർഗമുള്ളൂ. ഇപ്പോൾ മുമ്പ് തരങ്ങളിലൂടെയൊക്കെ ഇഷ്ടംപോലെ പാട്ടുകളുണ്ടായിരുന്നു. അതെ, വിജയൻ ചേട്ടന്റെ കുറെ നല്ല പാട്ടുകൾ വന്നു. ഇനിയിപ്പോ ഇനി തിരിച്ചു വരേണ്ടിയിരിക്കുന്നു എപ്പോഴെങ്കിലും. ഇപ്പൊ ഒരിക്കലും ഒരു കാര്യവും തിരിച്ചു വരും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. എല്ലാ കാലത്തും പുതിയ പുതിയ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാറ്റങ്ങൾ സംഭവിക്കട്ടെ, ആ മാറ്റങ്ങൾ ഗുണപരമാവട്ടെ, അതുമൂലം മ്യൂസിക് ഇൻഡസ്ട്രിയും നന്നാവട്ടെ, എല്ലാവർക്കും ഗുണമുണ്ടാവട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് നേരം സംഗീതത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചത്. സദീവേട്ടൻ്റെ പാട്ടുകളുടെ ജീവിതത്തിൻ്റെ ഏകദേശം ഒരു ഏരിയ, ഒരു ജീവചരിത്രം അല്ലെങ്കിൽ ഒരു വൺലൈനർ പറഞ്ഞൊപ്പിക്കാൻ പറ്റിയെന്ന് കരുതുന്നു. സന്തോഷം. ജീവിതത്തിൽ സംഗീതത്തിൽ ഒരുപാട് ഉന്നതങ്ങളിലേക്ക് എത്തുവാൻ സുധീർ കുമാറിന് സാധിക്കട്ടെ എന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ ആഗ്രഹിക്കുന്നു. താങ്ക് യു. സന്തോഷം. താങ്ക് യു.